ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗരി കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവാശ്രയാം. ഭാഗവത മഹിമ അത് സപ്താഹമായി നടക്കുകയും കേൾക്കുകയും ചെയ്താലുണ്ടാകുന്ന മഹത്വം അതൊക്കെയാണ് ഉള്ളത്. ഒരാൾക്കുണ്ടാവും, ഉണ്ടാവണം, വീട്ടിലുണ്ടാവുകയെ വാക്ക് നടന്നു പോകുമ്പോൾ അതുപോലെയുള്ള ഉത്സാഹം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം എന്നർത്ഥം. എല്ലാ കാര്യങ്ങളിലും ധനം ചിലവാക്കണ കാര്യത്തിലായാലും ശരി, കല്യാണത്തിന് പണം ചിലവാക്കുമ്പോൾ നമ്മൾ കുറച്ച് ചിലവാക്കിയിട്ട് കല്യാണം കേമാക്കാൻ നോക്കും. അപ്പോൾ കടം മേടിച്ചായാലും കല്യാണം നടത്തും അല്ലേ. അതുപോലുള്ള സന്തോഷം ഉണ്ടാവണം. എത്ര ആൾക്കാരാണ് ഈ ഭാഗവത സപ്താഹം കൊണ്ട് ഭഗവാനോട് ചേരാൻ പോണത്, സൽഗതി അടയാൻ പോണത്, ഭക്തന്മാരാവാൻ പോണത്, അവർക്കൊക്കെ ജന്മം സാഫല്യം കിട്ടാൻ പോണത്, ജീവിതമാർഗം അവർക്ക് വെട്ടിത്തെളിഞ്ഞ് കിട്ടുകയാണ്. അറിയാതെ ഈ ഇരുട്ടത്തിൽ ഇങ്ങനെ തപ്പിത്തടയ അന്ധകൂപത്തിൽ അതിന് പുറത്തു കടക്കാനുള്ള മാർഗമാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരാം. എന്നുള്ളതുകൊണ്ട് അനേകം ആൾക്കാർക്ക് പ്രയോജനമാകണം എന്നുള്ള വലിയൊരു മനസ്സോടുകൂടി നാനാദേശങ്ങളിലേക്ക് എഴുത്തൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തണം. കല്യാണത്തിന് ക്ഷണിക്കണ മാതിരി 7 ദിവസം നീണ്ടു നിൽക്കുന്ന സത്സംഗമാണ് ഇവിടെ. മഹാത്മാക്കളുടെ സമാഗമാണ്. ഭഗവാന്റെ കഥ പ്രവഹിക്കുകയാണ് ഇവിടെ. അതിൽ എല്ലാ ദിവസവും വരണം. എല്ലാ ദിവസവും വന്നില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വരാതിരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് ക്ഷണിക്കണം. ഇനി ഒരു ദിവസം മുഴുവനൊന്നും വന്നിരിക്കാൻ പറ്റില്ലേ, ഒന്ന് കുറച്ച് നേരമെങ്കിലും വന്നിട്ട് പോകും കേട്ടോ. അങ്ങനെയൊക്കെ പ്രത്യേകം ക്ഷണിക്കണം. എന്തിനാ അങ്ങനെ പറയുന്നത്? സ്വാഭാവികമായി ഇതിൻ്റെ മഹത്വം അറിയുന്നവർ പറയേണ്ട ആവശ്യമില്ല, ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എവിടെ ഭഗവത് കഥയുണ്ടോ അവിടെ പറഞ്ഞെത്തും. അതാണ് യഥാർത്ഥ വൈഷ്ണവന്മാരുടെ ഭക്തന്മാരുടെ ലക്ഷണം.
ഭക്തന്മാർക്ക് ഭഗവത് കഥ കേൾക്കാൻ, ഹരികഥ കേൾക്കാൻ ക്ഷണം വേണോ? ആവശ്യമില്ല. എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിയെത്തിക്കോളും. പക്ഷേ ആ ഭഗവാന്റെ മഹത്വവും ഭഗവത് കഥയുടെ മഹത്വവും അറിയാൻ സുഹൃതം പോരാത്തവരുണ്ടവേ. അപ്പം അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് വന്നാൽ, അത് ആ സദസ്സിൽ വന്നത് കേൾക്കാനിട വന്നാലോ അവരിൽ മാറ്റം ഉണ്ടാവും എന്നർത്ഥം. ഇപ്പം എത്രയോ തരത്തിൽ ഈ ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ദുഃഖത്തിൻ്റെ കാരണം അറിയാണ്ടാണ് അവർ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക, എന്ന് പുറത്തു കിടക്കാതെ. എന്നാൽ ഭഗവാന്റെ കഥ കേൾക്കാൻ വരൂ, ഭാഗവത സപ്താഹത്തിന് വന്നോളൂ, ഭാഗവതം കേൾക്കാൻ വന്നോളൂ, നിങ്ങളുടെ ദുഃഖമൊക്കെ ഇല്ലാണ്ടാവും, കഷ്ടപ്പാടില്ലാണ്ടാവും എന്നൊന്നും അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണില്ല. അങ്ങനെ എങ്ങാനും ഈ സപ്താഹ സദസ്സിൽ വന്നാലോ അത് കേൾക്കുമ്പോൾ അവർ ദുഃഖമൊക്കെ പോവും. അവർക്ക് മനസ്സിലാവും, ഞാൻ ദുഃഖിക്കണില്ല, വെറുതെ ദുഃഖിക്കുകയാണ് ഞാൻ, ദുഃഖത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാൻ ശാശ്വതനായ കൃഷ്ണനെ, ഭഗവാനെ ആശ്രയിക്കാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടാവുന്നത്. നശ്വരമായ പ്രാപഞ്ചിക വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് ദുഃഖം ഉണ്ടായത്. നമുക്ക് വിവേകമുണ്ടാകും. ഭഗവാനാണ് ശാശ്വത വസ്തു, ലോകത്തിൽ ഭഗവാനിലാണ് ആനന്ദമുള്ളൂ എന്നൊക്കെ മനസ്സിലാവും. ഇതൊക്കെ തന്നെത്താനൊരാൾക്ക് തോന്നില്ലല്ലോ, സത്സംഗത്തിലൂടെ പറ്റും, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവത് കഥാശ്രവണം വളരെ ശ്രേഷ്ഠം. ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധനാഹ എന്നാണ് ശ്രീനാരദ മഹർഷി എന്നെ പറഞ്ഞത്. എല്ലാ ധർമ്മ അനുഷ്ഠാനങ്ങളിലും വെച്ച് പരമമായ ധർമ്മം എന്താ? ശ്രവണം, ഭഗവത് കഥാശ്രവണം. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തണം എന്ന് പറഞ്ഞത്. ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം ചെയ്തു തുറക്കണം. ഇനി എങ്ങനെയുള്ള ആളാണ് ഈ ഭാഗവത് സപ്താഹത്തിന് വക്താവായിട്ട്, ആചാര്യനായിട്ട് വരിക്കേണ്ടത്? വക്താവിൻ്റെ ലക്ഷണവും ശ്രോതാവിൻ്റെ ലക്ഷണമൊക്കെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ആ ലക്ഷണമൊക്കെ അങ്ങനെ ഉള്ള ആൾക്കാർ, ശ്രോതാവും വക്താവും ഉത്തമന്മാർ ഒത്തുചേർന്നാലോ ഉത്തമഫലം. എല്ലാത്തിലും ഉണ്ട് ഉത്തമം, മധ്യമം, അധമം എന്ന്, അല്ലേ? എങ്ങനെയുള്ള ആളാവണം? വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്താ കാര്യോതി നിസ്പൃഹ. വക്താവിൻ്റെ ലക്ഷണമാണ്. വക്താവ് വെച്ചാൽ ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളെന്നർത്ഥം. ആചാര്യനായിട്ട് വരികില്ലേ നമ്മൾ, ആചാര്യ വരണം. അയാൾ വേദശാസ്ത്രാദിശുദ്ധികൃത്, വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനഃശുദ്ധി കൈവന്നിട്ടുള്ള ഒരാളാവണം. ധനത്തിൽ ആശയില്ലാത്ത ആളാവണം. ഭഗവത് ഭക്തനാകണം. വേദവ്യാസ മഹർഷിയുടെ ഹൃദയം കണ്ട് പറയാൻ കഴിയുന്ന ആളാവണം. ലൗകികമായ ദൃഷ്ടാന്തത്തിലൂടെ സൂക്ഷ്മമായ ആധ്യാത്മിക തത്വങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിവുള്ള ആളാവണം. ധീരനാണ് എന്നുവെച്ചാൽ ഇന്ദ്രിയ മനസ്സുകളൊക്കെ നിയന്ത്രണമുള്ള ആളാവണം അർത്ഥം. പലതിലും ആശയുള്ള ആളാണെങ്കിൽ, വിഷയങ്ങളിൽ ആസക്തരാണെങ്കിൽ, ഭോഗലാലസമായ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ, പാഖണ്ഡപദത്തെ ആശ്രയിക്കുന്നവരാണെങ്കിൽ, അവരെത്ര തന്നെ പണ്ഡിതന്മാരായാലും അവരെ ആചാര്യനാക്കാൻ പാടില്ല എന്ന്. അനേക ധർമ്മവിഭ്രാന്ത. ഭാഗവതം മറ്റെല്ലാ ഗ്രന്ഥങ്ങളും കഴിഞ്ഞിട്ടാണ് ഭാഗവതം എഴുതുന്നത് വ്യാസ മഹർഷിയിലെ. 17 പുരാണങ്ങൾ എഴുതിയിട്ട് തൃപ്തി കിട്ടാണ്ടാണ് ഭാഗവതം എഴുതുന്നത്. എന്നിട്ടോ ആ ഭാഗവതം തന്നെ പറയണു, തത് രസ അമൃതതൃപ്തസ്യ ന അന്യത്രസ്യ രതിക്കൊരുന്ന്. ഭാഗവതത്തിൽ രസത്തിൽ നമുക്ക് രുചി കിട്ടിയാൽ പിന്നെ മറ്റെല്ലാ ശാസ്ത്രങ്ങളിലെയും വസ്തുക്കളിലുമുള്ള രുചി രസം പോകും. അങ്ങനെയുള്ള ആ ഭാഗവതം പറയുമ്പോൾ ആ ഭാഗവതത്തിനേക്കാളും കേവലം മറ്റ് ഗ്രന്ഥങ്ങൾ അതിനെ കമ്പയർ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭാഗവതമാണ് സുപ്രീം, ഗ്രന്ഥരാജനാണ് ഭാഗവതം. നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ? അപ്പോൾ ആ ശ്രീമദ് ഭാഗവതമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ച് ശ്രേഷ്ഠം. എങ്ങനെയാണോ ഒരു സദസ്സിൽ ഭാഗവതം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങൾക്ക് ഒക്കെ അതിൻ്റെ ഒളിമങ്ങി, അതൊക്കെ മ്ലാനമായി നത്തം. സിംഹം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് മൃഗങ്ങളൊക്കെ പിന്നെ അടങ്ങി ഒതുങ്ങി, അതിൻ്റെ ശബ്ദം പിന്നെ കേൾക്കില്ല അല്ലേ? അതുപോലെയാണ്. അപ്പോൾ മൃഗങ്ങളിൽ സിംഹം പോലെയാണ് ഈ പുരാണങ്ങളിൽ ഭാഗവതം. നദികളിൽ ഗംഗ പോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതം. ക്ഷേത്രങ്ങളിൽ കാശി പോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതം. വൈഷ്ണവന്മാരിൽ ശംഭു മഹാദേവനാണ് ഉത്തമ വൈഷ്ണവ ഭക്തൻ, അതുപോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതം. ദേവതകളിൽ വിഷ്ണു ഭഗവാൻ, അതുപോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതം. അങ്ങനെയുള്ള ഈ ഭാഗവതമാണ് സർവോത്തമമായിട്ടുള്ളത്. അപ്പോൾ പലതിൽ ഭ്രമിച്ച് നടക്കുന്ന ആൾക്കാർ, പല ഗ്രന്ഥങ്ങളിൽ ഭ്രമിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഭാഗവത കഥ പറയാൻ ഏർപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പം ശാസ്ത്ര ജ്ഞാനമുള്ള ആളാവണം. എന്താ കാരണം? ശ്രീമദ് ഭാഗവതം സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതം എന്നാണ്. സർവവേദാന്ത സാരമായ ശ്രീമദ് ഭാഗവതം. തീർച്ചയായിട്ടും ഭക്തിക്കാണ് അതിന് പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്.
ജ്ഞാനവൈരാഗ്യങ്ങളുടെ അഭാവത്തിൽ ഭക്തി ശോഷിച്ചു പോകും, ക്ഷീണിച്ചു പോകും, ദുഃഖിച്ചു പോകും. അതാണ് നമ്മൾ മഹാത്മ്യത്തിൻ്റെ കഥയിൽ കണ്ടത്. മക്കൾ ഇറങ്ങി വയസ്സരായി ഉറങ്ങിക്കിട നമ്മളോ വൃദ്ധന്മാരായി ഇറങ്ങിയപ്പോഴോ അമ്മ ദുഃഖിച്ചുകൊണ്ടിരിക്കുക, ബക്രി മാതാവ് കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ബക്രി മാതാവിൻ്റെ കരച്ചിൽ മാറണമെങ്കിൽ, സങ്കടം മാറണമെങ്കിൽ മക്കളും തന്നെ മാറി ആരോഗ്യ ദൃഢഗാത്രന്മാരായി യുവാക്കളായി നല്ല പുഷ്ടിപ്പെടണം അല്ലേ. അത് വേണം അർത്ഥം. അപ്പം കാരണം വേദാന്തസാരമായ ഭാഗവതത്തിൽ പലയിടത്തും ഉപനിഷത്ത് മന്ത്രങ്ങൾ അതേപടി കാണാം. നമുക്ക് വേദാന്ത ഉപദേശങ്ങൾ അതേപടി കാണാം. ആത്മതത്വത്തെ ഉപദേശിക്കുന്നത് അതൊക്കെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് സാമാന്യമായൊരു അറിവെങ്കിലും വേണ്ടേ. ചുരുങ്ങിയത് ഭഗവത്ഗീതയെങ്കിലും എല്ലാ വേദത്തിൻ്റെ മുഴുവൻ സാരമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്ത് പശുക്കളെ കറന്നെടുത്ത പശു പാലാണ്, നെറും പാലാണ് ഗീത എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എല്ലാ ശാസ്ത്രമൊന്നും പഠിച്ചില്ലെങ്കിലും ഭഗവത്ഗീതയെങ്കിലും വേണ്ട പോലെ മനസ്സിലാക്കിയ ഒരാൾ ഭാഗവതം കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു സവിശേഷത ഉണ്ടാവുന്നർത്ഥം. അപ്പം അതിലെ സൂക്ഷ്മമായ അധ്യാത്മതത്വങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാരോ വെറും ആ കഥാഭാഗം മാത്രം പറഞ്ഞു പോകും. ഇനി വേറെ ചില അപകടങ്ങളും കൂടിയുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഈ തത്വങ്ങളൊന്നും പറയാൻ പാടില്ല എന്നും കൂടിയുണ്ട്. എന്നാൽ പിന്നെ ഭാഗവതത്തിൽ അതൊന്നും എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. വ്യാസമഹർഷി ഭക്തി മാത്രം എഴുതി വെച്ചാൽ മതിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം എന്നാണ്. ഭക്തിയും വേണം, ജ്ഞാനവും വേണം, വിരക്തിയും വേണം. പക്ഷേ ഭക്തിക്കാണ് മുൻഗണനയും മുൻതൂക്കും. അത് തീർച്ചയായിട്ടും അത് ഭാഗവതത്തിൻ്റെ സവിശേഷത. പക്ഷേ മറ്റു രണ്ടിനും സ്ഥാനം ഇല്ലായില്ല എന്നർത്ഥം. അപ്പോൾ ശാസ്ത്രം അറിയാത്ത ഒരാൾക്ക് ആ ഭാഗവതത്തോട് വേണ്ട പോലെ എന്താ പറയുക, നീതി പുലർത്താൻ പറ്റില്ല എന്നർത്ഥം. ശ്രോതാക്കളോട് നീതി പുലർത്താൻ പറ്റില്ല. അതുകൊണ്ട് സർവശാസ്ത്രാദിശുദ്ധീകൃത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിൻ്റെ ശുദ്ധിയൊക്കെ വേണ്ട പോലെ വരുത്തിയിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഈ വക്താവിന് സഹായമായിട്ട് അദ്ദേഹത്തെ പോലെ തന്നെ തുല്യമായി അറിവുള്ള പാണ്ഡിത്യമുള്ള ഒരാളെ സഹായത്തിന് നിർത്തണം. വക്തുപാർശ്വേ സഹായാർത്ഥം അന്യസ്ഥാപ്യ തഥാവിധ പണ്ഡിത സംശയച്ഛേത്ത ലോകബോധന തൽപര. വായിക്കുന്ന ആളുടെ സഹായത്തിന് അതുപോലെ തന്നെ യോഗ്യനായിട്ടുള്ള ആൾ, അതുപോലെ ഈക്വലായിട്ടുള്ള ആൾ സഹായത്തിന് വേണം. അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചിത്തി വന്നാൽ അത് മുടങ്ങാതെ നടത്താൻ വേണ്ടിയിട്ട് അയാളും ഇതുപോലെ അറിവുള്ളവനും പണ്ഡിതനും ജനങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്താൻ കഴിവുള്ള വിദ്വാനായിരിക്കണം എന്നർത്ഥം. പിന്നെ ഈ സപ്താഹം ഒരു വ്രതം, ഒരു ദീക്ഷ, എല്ലാത്തിനും ദീക്ഷയുണ്ട്. സങ്കല്പം, ദീക്ഷയൊക്കെ അത് കണ്ടല്ലോ. ദീക്ഷയ്ക്ക് മുമ്പ് കയ്യിൽ കത്ത ചരടൊക്കെ കെട്ടി അത് കഴിയണവരെ ചില നിഷ്ഠയോടുകൂടിയുള്ള ജീവിതമൊക്കെ നയിക്കണം. ഇതുമാതിരി ഈ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലും ദീക്ഷ വേണമെന്നത്. വക്ത ക്ഷൗരം പ്രകർത്തവ്യം ദിനാതർവാപ്രതാപ്തയേ അരുണോദയോസൗ നിവൃത്യ സ്നാനം ശൗചം സ്നാനം സമാചരേത്. സപ്താഹയജ്ഞൻ്റെ തലേനാൾ വ്രതത്തിൻ്റെ ദീക്ഷ ഭരിക്കണേൻ്റെ സൂചനയായിട്ട് ക്ഷൗരം ചെയ്യണം എന്നർത്ഥം. സന്യാസിമാരൊക്കെ മുണ്ടനം ചെയ്യും. അല്ലെങ്കിൽ തടിയും ചടിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് പിന്നെ അത് പ്രാതകമല്ല. പക്ഷേ അങ്ങനെ പൊതുവെ പറയുന്ന അർത്ഥം. അതെന്ന് വെച്ചാൽ അതിനൊരു പ്രാധാന്യം തോന്നാൻ വേണ്ടിയിരുന്ന അർത്ഥം. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധി ചെയ്ത് തൻ്റെ ആ സന്ധ്യാവന്ദനാദി അനുഷ്ഠാനങ്ങളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആ പ്രാർത്ഥനാദി കാര്യങ്ങൾ, ജപം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചെറിയ രീതിയിൽ നടത്തണം. അതൊന്നും മുടക്കാൻ പാടില്ല നടത്തണം. നിത്യം സംക്ഷേപത കൃത്വ സന്ധ്യാദ്യം സപ്രയത്നത കഥാ വിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജേത്. സ്വാഭാവികമായിട്ടും സൂര്യോദയം മുതലാണ് ഭാഗവതം സപ്താഹം ആരംഭിക്കേണ്ടത്. അപ്പോൾ നേരത്തെ അതിനനുസരിച്ച് നേരത്തെ എണീക്കണം, അല്ലെങ്കിൽ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണം. എണീറ്റ് കുളി, ജപം, പൂജ, ധ്യാനം ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഗൃഹസ്ഥനാണെങ്കിൽ തർപ്പണാദികൾ ദേവന്മാർക്ക്, ഋഷിമാർക്ക്, പിതൃക്കൾക്കൊക്കെ തർപ്പണം ചെയ്യണം കുളി ചെയ്യുമ്പോൾ നത്തം. ദേവാൻ സമർപ്പയാമി, പിതൃം തർപ്പയാമി, ഋഷീൻ തർപ്പയാമി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ തർപ്പണാദികളൊക്കെ ചെയ്യണം. കുളിക്കുമ്പോൾ ഓരോ കൂടുന്ന വെള്ളം കൊടുക്കുക, അവരെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഇത്ര തന്നെ തർപ്പണം എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേകിച്ചൊന്നും അറിയില്ലെങ്കിൽ അല്ലേ, അതിനൊരു പ്രയാസമില്ലല്ലോ. കുറച്ച് വെള്ളം എടുത്തിട്ട് പിതൃക്കളൊക്കെ സങ്കല്പിച്ചുകൊണ്ട് അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതൃക്കളൊക്കെ സന്തോഷിപ്പിക്കാൻ അതുമാതിരി ദേവന്മാർക്ക്, അതുമാതിരി മഹർഷിമാർക്കൊക്കെ കൊടുക്കണം. പിന്നെ എല്ലാ വിഘ്നങ്ങളും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഈ സപ്താഹത്തിൽ ഗണപതി ഭഗവാനെ പൂജിക്കണം. വിഘ്നേശ്വരനെ ഭക്തിയോടുകൂടി പ്രകാരം പൂജിക്കണം. പിന്നെ സാക്ഷാൽ പ്രത്യക്ഷ ശ്രീകൃഷ്ണനാണല്ലോ ശ്രീമദ് ഭാഗവതം. ശ്രീകൃഷ്ണൻ പ്രത്യക്ഷ കൃഷ്ണരൂപം എന്നല്ലേ പറഞ്ഞത്. കൃഷ്ണൻ സ്വതാപകരണം ചെയ്യുന്ന സമയത്ത് തൻ്റെ ദിവ്യ ചൈതന്യത്തെ ഭാഗവതത്തിൽ പ്രവേശിപ്പിച്ചിട്ടാണ് പോയിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആ കലികാലത്തിൽ അജ്ഞാനാന്ധകാരത്തെ തീർക്കാൻ വേണ്ടി ഉദിച്ച പുരാണാർക്ക അധുന ഉദിതഃ എന്നാണ്. കൃഷ്ണേ സ്വധാമോകപകതേ ധർമ്മജ്ഞാനാദിവിസഹ. കൃഷ്ണൻ ഇവിടുന്ന് പോയതോട് ഇവിടുത്തെ നന്മകളും ധർമ്മവും ജ്ഞാനവും ഗുണങ്ങളൊക്കെ പോയി. എന്നിട്ടോ കലികാലത്തിൽ അതിൻ്റെ പോരായ്മ, ആ കൃഷ്ണൻ്റെ അഭാവത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ പുരാണാർക്ക അതിനോദിത ഒരു പുതിയ സൂര്യൻ ഉദിച്ചിരിക്കുക. ഏത്? ഭാഗവത പുരാണത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ ആ എല്ലാ സദ്ഗുണങ്ങളും എവിടെയുണ്ട്? ഈ ഭാഗവതത്തിലുണ്ട്. ഭാഗവത്തെ ആശ്രയിച്ചാൽ കിട്ടും. അങ്ങനെയുള്ള ഭാഗവതത്തെയും ഭഗവാനെയും പൂജിക്കണം. കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിം ആചരേത്. ശ്രീകൃഷ്ണനെ പൂജ ചെയ്യണം, വിധിപ്രകാരം പൂജിക്കണം. പൂജ നൈവേദ്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഭഗവാനോട് പ്രാർത്ഥന ചെയ്യണം. ശ്രോതാക്കളും വക്താവും എല്ലാവരും ചേർന്നിട്ട്. സാധാരണ സപ്താഹത്തിന് മുമ്പ്, സപ്താഹത്തിൽ പങ്കെടുത്തുള്ള ആൾക്കാർക്കറിയാം, ആദ്യം ഇടയ്ക്ക് ചെല്ലുമ്പോൾ അറിയില്ല, തുടക്കത്തിൽ ചെല്ലുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമമൊക്കെ പാരായണം ചെയ്തതിന് ശേഷം പൂജയൊക്കെ നേരത്തെ കഴിയും. അതിന് വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞതിന് ശേഷം സമൂഹ പ്രാർത്ഥന എല്ലാവരും കൂടി ചെയ്യേണ്ടതാണ്. എന്താ പ്രാർത്ഥന? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. ചിലടത്ത് മാമുദ്ധര ഭവാർണവാത് അങ്ങനെയുണ്ട്. സംസാര സാഗരത്തിൽ മുങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണവനാണ് നമ്മൾ. ഈ സംസാര സാഗരത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന എന്നെ ഭഗവാനെ കുറേ മുതലയും കൂടി പിടിച്ചു. ഒരു സമുദ്രത്തിൽ ഒരാൾ വീണു. നീന്തലറിയാതെ സമുദ്രത്തിൽ വീണ ആളുടെ കഥ എന്താ? വെള്ളം കുടിച്ച് ദാഹം കൊണ്ട് മരിക്കുകയാണ്. ദാഹിക്കുന്നതോറും വെള്ളം കുടിക്കും, വെള്ളം കുടിക്കുന്നതോറും പിന്നെയും ദാഹം വരും, പിന്നെയും വെള്ളം കുടിക്കും, പിന്നെയും വെള്ളം കുടിക്കും, പിന്നെയും ദാഹം വരും. ഉപ്പുവെള്ളമല്ലേ കുടിക്കണേ? സമുദ്രത്തിലെ വെള്ളം. അങ്ങനെ അയാൾ മരിക്കും. ആ വെള്ളത്തിൽ മുങ്ങണ ആളെ മുങ്ങുമ്പോൾ മുതലേയും പിടിക്കേണ്ട സ്ഥിതി എന്താ? പിന്നെ ആൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? സ്വന്തം നിലയിൽ പറ്റില്ലല്ലോ. അല്ലെ ഹെലികോപ്റ്ററൊക്കെ കൊണ്ടിട്ട് അവനെ എടുത്തുകൊണ്ട് പോകണം അല്ലേ? അതുപോലെയാണ് നമ്മളൊക്കെ വലിയൊരു സമുദ്രത്തിൽ വീണിരിക്കുകയാണ് അർത്ഥം. ഏതാ സമുദ്രം? ജനന മരണ പ്രവാഹം. ഭവസാഗരം എന്ന് പറയും, സംസാരസാഗരം എന്ന് പറയും. എന്താ സംസാരസാഗരം? സമ്യക് സരതി ഇതി സംസാര എന്നർത്ഥം. സര് എന്ന് പറഞ്ഞാൽ ടു മൂവ്, ടു ചേഞ്ച് എന്നർത്ഥം. മാറുക, മാറ്റം, പരിണാമം, അതിനെയാണ് സരണം എന്ന് പറയുന്നത്. സമ്യക് എന്ന് പറഞ്ഞാലോ വളരെ നന്നായിട്ട്, കോൺസ്റ്റൻറ്റ് ചേഞ്ച്, നിരന്തര പരിണാമമാണ് ഈ പ്രപഞ്ചത്തിലെ സ്ഥിതി. ഈ ദൃശ്യമായ പ്രപഞ്ചത്തിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ശരി, ഈ പ്രപഞ്ചത്തെ അറിയുക അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്ഥിതി നോക്കിയാലും ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തു പോലും അനുനിമിഷം മാറാതില്ല. നമ്മുടെ ദേഹത്തിൻ്റെ സ്ഥിതിയോ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കണു അല്ലേ? ഓരോ കോശങ്ങളും. ചിന്തകളുടെ സ്ഥിതിയോ അത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കണു അല്ലേ? ഇങ്ങനെ അകത്തും പുറത്തും നിരന്തരം മാറ്റമാണ്. ഈ നിരന്തരമായ ഈ മാറ്റം ഒരു പ്രവാഹം പോലെയാണ്. എങ്ങനെ? ഗംഗയുടെ കുത്തിപ്പാഞ്ഞുള്ള ഒഴുക്ക് പോലെ അർത്ഥം. ആ ഒഴുക്കിനകപ്പെട്ട ഒരാൾ നീന്തലറിയും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോരാന്ന് വിചാരിക്കുക. നീന്തലറിയാത്ത ഒരാൾ ആ വെള്ളത്തിൽ വീണെങ്കിൽ എന്താ സ്ഥിതി? ഒഴുകിപ്പോയി എവിടെയെങ്കിലും അടയും, ശവം അല്ലേ? ഇതുണ്ടാവാൻ പറ്റുള്ളൂ. നമുക്കറിയില്ല ഈ സംസാരത്തിനെതിരെ നീന്താൻ അറിയില്ല. അറിയില്ലെങ്കിലോ ഈ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ വഴി? നിങ്ങൾ ഹരിദ്വാറിലൊക്കെ ഗംഗയിൽ കുളിക്കാൻ പോയിട്ടുള്ളതൊക്കെ അറിയാം. അവിടെ വലിയ വലിയ കോൺക്രീറ്റ് ഇതിൽ നല്ല ചെങ്ങലകൾ ഇങ്ങനെ ഇട്ടുണ്ട്. ആ ചെങ്ങലയമ പിടിച്ച് ഇറങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ ഒലിച്ചു കൂലിയ, അല്ലെങ്കിൽ ആൾ പോകും അല്ലേ? അത്ര ഒഴുക്കാണ് അവിടെ. അപ്പോൾ ഒഴുകുന്ന ഒന്നിനെ, ചലിക്കുന്ന ഒന്നിൽ നമ്മൾ ഒഴുകാണ്ടിരിക്കണമെങ്കിൽ ദിനം ആ ചലിക്കാത്ത ഒന്നിനെ പിടിക്കണം. ഒരു വട്ടത്തിലുള്ള എന്താ പറയുക, ഒരു ഡിസ്ക്, ആ ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുക. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിസ്കിൽ ഒരു ഉറുമ്പ് വെട്ടാത്ത സ്ഥിതി എന്താ? കുഞ്ഞു ഉറുമ്പ് ആ ഡിസ്കിൽ പെട്ടു. ആ ഡിസ്കിൻ്റെ തിരിച്ചലിന് കറക്കത്തിനനുസരിച്ച് ആ ഉറുമ്പിന് തിരിഞ്ഞാലേ പറ്റുള്ളൂ. ഇതുമാതിരിയാണ് നമ്മൾ ഈ ഭൂമി തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഈയിടെയുള്ള എല്ലാ വസ്തുക്കളും നിരന്തരം മാറിക്കൊണ്ടിരിക്കണു. ഈ ശരീരവും മാറിക്കൊണ്ടിരിക്കണു, മനസ്സും മാറിക്കൊണ്ടിരിക്കണു. ഇതിലാണ് പിടിച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ. ഡിസ്കിൽ കയറിയിരിക്കുന്ന കറങ്ങാൻ ഡിസ്കിലിരിക്കുന്ന ഉറുമ്പിൻ്റെ സ്ഥിതി അപ്പോൾ നമ്മുടെ സ്ഥിതി. നമ്മളും കറങ്ങാനല്ലേ ഓർത്തിയുള്ളൂ. കറങ്ങാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കറങ്ങാത്ത, മാറാത്ത, നിശ്ചലമായ ഒരു വസ്തുവിനെ പിടിക്കണം, ആശ്രയിക്കണം അല്ലേ? ശരി അല്ലേ? എന്താ ഇവിടെ മാറാത്തത്? നിശ്ചലമായിട്ടുള്ള വസ്തു.
അതൊരു വസ്തുവുള്ളൂ, ബ്രഹ്മവസ്തു, പരമാത്മാ, ഭഗവാൻ മാത്രം. ഈ എല്ലാ മാറ്റങ്ങൾക്കും ആശ്രയമായി, ആധാരമായി, ഈ മാറ്റങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് സദാ അകത്തും പുറത്തും, അകത്ത് ബോധസ്വരൂപനായും ആത്മസ്വരൂപമായും പുറത്ത് എല്ലാത്തിനും സ്വസ്വരൂപമായി അതിന് ഉണ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പരമാത്മ ഭഗവാൻ മാത്രമാണ് മാറാത്തത്. ആ പരമാത്മ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഈ സംസാര പ്രവാഹത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ മാറ്റം നമ്മളെ ബാധിക്കാണ്ടിരിക്കുള്ളൂ അർത്ഥം അല്ലേ? ഈ മാറ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഓരോ ചിന്തകളോട് കൂടി ചേർന്ന് സുഖദുഃഖികളായിക്കൊണ്ടിരിക്കുന്നു. ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുകൊണ്ട് ചെയ്ത കർമ്മങ്ങളുടെ വാസന അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ജനനവും മരണവും ഇങ്ങനെ ഇതും ഒരു പ്രവാഹ. ഒന്നുകൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നർത്ഥം. ഇങ്ങനെയുള്ള സംസാരസാഗരേ മഗ്നം, അതിൽ വീണ് ദുഃഖിതനായി കിടക്കണ എന്നെ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ കട്ടപ്പാടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് മുതലയുടെ കടി. കർമ്മഗ്രാഹം, കർമ്മവാസനയാണ്, നമ്മളെ വിഴുങ്ങുകയാണ്, കടിക്കുകയാണ്. മുതല പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈർച്ചവാളിൻ്റെ പല്ല് പോലെ അതിൻ്റെ പല്ല് വെട്ടി മുറിച്ചൊക്കെ എടുക്കേണ്ടി വരും. ശരിയല്ലേ? ഗജേന്ദ്രനെ പിടിച്ചില്ലേ മുതല? ഭഗവാൻ ചക്രം കൊണ്ട് മുറിച്ചിട്ടല്ലേ രക്ഷപ്പെടുത്തിയത്. അപ്പം കർമ്മമാകുന്ന ഗ്രാഹം, ആ മുതല നമ്മളെ പിടിച്ചിരിക്കുക, വിഴുങ്ങിക്കൊണ്ടിരിക്കും, കടിച്ചുകൊണ്ടിരിക്കണോ. അതിൽ നിന്ന് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മാമുദ്ധര ഭവാർണവാദ്, ഭഗവാനെ കൃഷ്ണ, ഭാഗവത സ്വരൂപേ ഭഗവാനെ, എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്നും, ഈ മുതലയുടെ കർമ്മവാസനകളാവുന്ന മുതലയുടെ പിടിയിൽ നിന്നും ഉദ്ധരിക്കാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കൂ ഭഗവാനെ. അവിടുന്ന് എന്നെ ഈ സംസാരത്തിൽ നിന്നും, ഈ കർമ്മഗ്രാഹത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് ഉള്ളുരുകി പരിതപിച്ചുകൊണ്ട് ദീനനായി പ്രാർത്ഥിക്കണം ഭഗവാനോട്. അതിന് നമ്മൾ ഈ സംസാരത്തിലാണെന്ന് അറിയണം, മുതൽ നമ്മളെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയണം. ജീവിതത്തിൽ ഓരോ കൊട്ട് കിട്ടുമ്പോഴും, ഓരോ കിടുക്ക് കിട്ടുമ്പോഴും, ഓരോ തട്ടുമുട്ടും കിട്ടുമ്പോഴേ അറിയണം കർമ്മത്തിൻ്റെ കടി, ആ മുതലയുടെ കടിയാണത്. കർമ്മമാണ് നമ്മളെ, കർമ്മമാകുന്ന മുതല കടിക്കുകയാണെന്ന് തിരിച്ചറിയണം ഓരോ ദുഃഖം ജീവിതത്തിൽ വരുമ്പോഴും. അർത്ഥം ഈ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ മാറ്റം അല്ലേ, രാഷ്ട്രീയ പരിസ്ഥിതികളുടെ മാറ്റം, ഭരണം മാറുന്നു, ഭരണം മാറി വരുന്നു അല്ലേ, പൊളിറ്റീഷ്യൻസ് മാറിക്കൊണ്ടിരിക്കണു, ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കണു അല്ലേ, ആളുകൾ മാറിക്കൊണ്ടിരിക്കണു, നമ്മുടെ സ്വന്തം ബന്ധുക്കൾ നമ്മളെ വിട്ടു പോകണു. ഇതൊക്കെ മാറ്റല്ലേ? നിയർ ആൻഡ് ഡിയറായ ആൾക്കാരുടെ വേർപാട്, ഇതൊക്കെ വേദനാജനകമല്ലേ, അസഹ്യമല്ലേ? ഇതൊക്കെയാണ് സംസാരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സമുദ്രം എന്ന് വിചാരിക്കണം. അങ്ങനെയല്ല, ഇതൊക്കെയാണ്. ഇതിനൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അതിൽപ്പെട്ട ചതഞ്ഞ് അരഞ്ഞ് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അർത്ഥം. സാമ്പത്തികമായിട്ട് സാമ്പത്തികമായി ഇതാ ലോക്ക്ഡൗൺ, 6 മാസമായിട്ട് ലോക്ക്ഡൗൺ, 6-8 മാസമായി, വരുമാനമില്ല പല ആൾക്കാരും അല്ലേ. ഇത് മാറ്റല്ലേ? എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ. ഇതിനൊക്കെ പുറമെ തൻ്റെ ശരീരത്തിന് പല രോഗങ്ങൾ വരണു അല്ലേ. ഇതൊക്കെ സംസാരത്തിലകപ്പെട്ടതാ. നമ്മുടെ മനസ്സിനെ, നമ്മളെ ആക്രമിക്കുന്ന കാമക്രോധാദികൾ, മാറി വരുന്ന ചിന്തകൾ, ഇങ്ങനെ എന്തൊക്കെയാ? ഇതെല്ലാവരും സംസാരമാണ്. ഇത് രക്ഷപ്പെടാൻ ഭഗവാനെ ഇതിൽ മുഴുകിയത് അറിയണം. നമ്മൾ ഇതിൽ രക്ഷപ്പെടുന്ന ആഗ്രഹം, ഉത്കാടമായ ആഗ്രഹം ഉണ്ടാവണം. അതിന് ആത്മാർത്ഥമായിട്ട് ഭാഗവതസ്വരൂപിയായ ഭഗവാനെ, കൃഷ്ണനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു ശേഷം ശ്രീമദ് ഭാഗവതത്തിനെയും പൂജ ചെയ്യണം. ഭാഗവതം പ്രത്യക്ഷ ഭഗവാനാണ്. ഭാഗവതസ്യാപി തതപൂജാ പ്രയത്നത, ധൂപദീപ നൈവേദ്യാദികളോടുകൂടി ഭാഗവത്തെയും പൂജിച്ചതിന് ശേഷം ഭാഗവതത്തോട് പ്രാർത്ഥിക്കണം. ഭാഗവത്തെ പ്രത്യക്ഷ ഭഗവാനായി കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗരേ. ഭാഗവതം എന്നു പേരായ ഗ്രന്ഥം, ശ്രീമദ് ഭാഗവത ആഖ്യ അഞ്ച പേര്, നെയ്മ്. ഭാഗവതം എന്ന പേരുള്ള ഈ ഗ്രന്ഥം വാസ്തവത്തിൽ ആരാണ്? പ്രത്യക്ഷ കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ പ്രത്യക്ഷമായിട്ട് ഭാഗവത രൂപേണ നമ്മെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. ആ ഭാഗവത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ, ആ ഭാഗവതം ഞാൻ വായിക്കുമ്പോൾ, ആ ഭാഗവതം ഞാൻ പറയുമ്പോൾ, ആ ഭാഗവതം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ കൃഷ്ണനെയാണ് കേൾക്കുന്നത്, ആശ്രയിക്കുന്നത്, സേവിക്കുന്നത്, അനുഭവിക്കുന്നത്. ഈ ഭാവന വേണ്ടത്. പ്രത്യക്ഷ ശ്രീകൃഷ്ണനാകുന്ന ഈ ശ്രീമദ് ഭാഗവതത്തെ ഭഗവാനെ സ്വീകൃതോസി, ഞാനിതാ സ്വീകരിക്കുന്നു. എന്തിന്? ഭവസാഗരേ മുക്തിയർത്ഥം, ഈ ഭവസാഗരത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട്, സംസാരസാഗരത്തിനുള്ള മോചനത്തിന് വേണ്ടിയിട്ട്.
മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേന ഇവ കർത്തവ്യ ദാസോഹം തവ കേശവ. ഭഗവാനെ, എൻ്റെ മനോരഥത്തെ, ഈ സംസാരത്തിൽ നിന്നുള്ള മോചനത്തെ ആണ് എൻ്റെ മനോരഥം, അതിനെ അങ്ങ് വിഘ്നം കൂടാതെ സഫലമാക്കി തീർക്കണമേ ഭഗവാനെ. എന്താണ് അതിന് നിനക്കുള്ള അർഹത എന്നാണെങ്കിലോ, ഭഗവാനെ ദാസോഹം, ഞാൻ അവിടുത്തെ ദാസനാണ്. ഇനി എനിക്ക് അവിടുത്തെ ദാസനാവാനുള്ള അർഹതയില്ലെങ്കിലോ ദാസോഹം എന്ന് കണക്കാക്കിയാൽ എളുപ്പവും. അവിടെ ദാസാനുദാസനാണേ ഭഗവാനെ. ത്വത്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മര എന്ന് ഭഗവാനോട് അത്ര വലിയ ഉത്തമ ഭക്തനായ കുലശേഖര ആഴ്വാർ പറയണം. അടുത്ത ഭക്തനാവാനുള്ള അർഹതയും യോഗ്യതൊന്നും എനിക്കില്ലെങ്കിലും ഭൃത്യൻ്റെ ഇങ്ങേറ്റത്തൊരു ഭൃത്യനായാൽ പോലും അവിടുത്തെ കൃപയ്ക്ക് ഞാൻ പാത്രീഭൂതനായിട്ട് രക്ഷപ്പെടും എന്നർത്ഥം. ഗജേന്ദ്രൻ ഭഗവാന്റെ ഭക്തനായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഇന്ദ്രദ്യുമൻ രാജാവ്. ആ നേരിട്ട് ഭക്തനാവാൻ ആ മുതലയ്ക്ക് കഴിഞ്ഞില്ല. ആ ഭക്തൻ്റെ പാദത്തിൽ പിടിച്ചു മുതലയ്ക്കല്ലേ ആദ്യം മോചനം കിട്ടിയേ. നോക്കൂ, ഭഗവാനെ ആശ്രയിച്ചവനെ ആശ്രയിച്ചാൽ ഭഗവാന്റെ കൃപ ആദ്യം അവലിൽ വരുന്നു മൊത്തം. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ദാസനാണ് ഞാൻ. ഇത് നമുക്ക് ഉള്ളിൽ തട്ടി പറയാറാവണം മൊത്തം. അതിന് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അങ്ങനെ സംസാരസാഗരത്തിൻ്റെ മോചനത്തിന് വേണ്ടി അവിടുത്തെ ആശ്രയിച്ച ദാസനാണ് ഭഗവാനെ ഞാൻ. ഈ ദാസനെ കൈവടിയരുതേ. എല്ലാ വിഘ്നങ്ങളും തീർത്ത് എത്രയും പെട്ടെന്ന് ഈ ഭാഗവത ശ്രവണം കൊണ്ട് ഞാൻ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരണം എന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഈ കഥ പറഞ്ഞു തരുന്ന ആൾ സാക്ഷാൽ ശുഗബ്രഹ്മർഷിയാണെന്ന് വിചാരിക്കണം. ആ പീഠത്തിന് വ്യാസപീഠം എന്നാണ് പറയാം. ഈ പീഠത്തിന് കസേരയിൽ ശരി, എന്ത് പീഠമായാലും ശരി, വ്യാസപീഠം എന്നാണ് പറയാം. അവിടെ ഇരിക്കുന്ന ആൾ പിന്നെ വ്യാസന, വേറെ ആളല്ല മൊത്തം. അതുകൊണ്ട് ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ. വേദവ്യാസ മഹർഷിയാണ് ഭാഗവതം എഴുതിയെങ്കിലും സാക്ഷാൽ ആദിനാരായണമൂർത്തിയാണ് ആ ഭാഗവതത്തിൻ്റെ ആദികർത്താവ്, ഉപദേഷ്ടാവ് ബ്രഹ്മാവിന്. എങ്കിലും ഭാഗവതത്തിൻ്റെ ഗുരുനാഥനായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരെയൊന്നുമല്ല. പിന്നെയോ ബ്രഹ്മജ്ഞാനിയായിട്ടും നിർഗുണബ്രഹ്മനിഷ്ഠനായിട്ടും ജീവൻ മുക്ത മഹാത്മാവായിട്ടും ഈ ലോകത്തിനോടൊന്നിനോട് സംഘമില്ലാതെ ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയവനായിട്ടും ഭാഗവതത്താൽ ആകൃഷ്ടനായി വന്ന് ഭാഗവതം നില മുഴുവൻ പഠിച്ച് ഭാഗവതം പാടിക്കൊണ്ടങ്ങനെ ആ പ്രേമലഹരിയിൽ ആറാടിക്കൊണ്ടങ്ങനെ സഞ്ചരിച്ച ആ ശ്രീശുക മഹർഷിയാണ് ഭാഗവതത്തിൻ്റെ ഗുരുനാഥനായിട്ട് നമസ്കരിക്കുന്നത്. അതുകൊണ്ട് സർവശാസ്ത്ര വിശാരദ, അല്ലയോ ശുഗബ്രഹ്മർഷേ, സർവശാസ്ത്രങ്ങളും അറിഞ്ഞിട്ടുള്ളവരെ ഈ കഥാസാരത്തെ പ്രകാശിപ്പിക്കുന്നതിലൂടെ, ബോധിപ്പിക്കുന്നതിലൂടെ എൻ്റെ അജ്ഞാനത്തെ തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഗുരുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഗുരു ആരാണ്? അജ്ഞാനത്തെ നീക്കി തരുന്ന ആളാണ് ഗുരു. അതുകൊണ്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ഗുരുനാഥനോടും ശുഗരൂപിയായ ഗുരുനാഥനോടും നമ്മുടെ അജ്ഞാനത്തെ തീർത്തു തരണേ. അതിനെന്താ ഉപായമാണ്? എന്ത്? ഈ ശ്രീമദ് ഭാഗവത സപ്താഹം. ശ്രീമദ് ഭാഗവത സപ്താഹം എന്താ? ജ്ഞാനയജ്ഞം എന്നല്ലേ ഭാഗവത പറഞ്ഞത്? സൽക്കർമ്മ സൂചകോ നൂനം ജ്ഞാനയജ്ഞ സ്മൃതോ ബുധൈഹി. പുറകെ കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ വേദശാസ്ത്രങ്ങളെല്ലാം ഉപദേശിച്ചിട്ടും ഉണരാതിരുന്ന സമയത്ത് അശരീരിയിലൂടെ നാരദനോട് എന്താ പറഞ്ഞത്? സൽക്കർമ്മം ചെയ്യൂ. ആ സൽക്കർമ്മം ഏതാന്ന് പറഞ്ഞു കൊടുത്തു സനകാദികൾ. എന്ത്? ശ്രീമദ് ഭാഗവതം കൊണ്ട് ജ്ഞാനയജ്ഞം ചെയ്യണം. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം കഥ ആണെങ്കിലും ആ കഥകളിലൂടെ നമ്മൾക്കൂടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മബോധമുണ്ടാകാൻ, ആത്മജ്ഞാനം ഉണ്ടാവാൻ, നമ്മുടെ അജ്ഞാനം നശിക്കാനും നമുക്ക് സ്വരൂപബോധമുണ്ടാവാൻ ഒതുക്കുന്ന രീതിയിലാണ് ആ ഭാഗവത്തെ നിബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അജ്ഞാനത്തെ തീർത്തു തരണമേ എന്ന് ഗുരുനാഥനോട് പ്രാർത്ഥിക്കണം. പിന്നീട് ശ്രോതാവും വക്താവും ഒക്കെ കേൾക്കണവരൊക്കെ ഈ സപ്താഹത്തിന് ചില നിയമങ്ങളൊക്കെ പാലിക്കണം. അത്രയും അർത്ഥം. സപ്തരാത്രം യഥാശക്തിയാ ധാരണീയ. എങ്ങനെയാണ് വേണ്ടത്? അവനവൻ്റെ ശക്തിക്കൊത്ത വിധം നിയമം സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരാഴ്ച 7 ദിവസം സപ്താഹം കേൾക്കുമ്പോൾ ഒന്നും കഴിക്കാണ്ടിരിക്കാമെന്ന് ആദ്യം കൊണ്ട് തീരുമാനിക്കണ്ട. ഒന്നും കഴിക്കാണ്ടിരിക്കാന്ന് വെച്ചാൽ അയാൾക്ക് വയ്യാണ്ടായി പിന്നെ സപ്താഹം തന്നെ മുറിഞ്ഞ് പറ്റിയില്ലെങ്കിലോ? അതുമാതിരി നമ്മുടെ ആരോഗ്യം നോക്കി നമുക്ക് പറ്റുന്ന രീതിയിൽ ഏത് നിയമം മുട്ടാതെ നടത്താൻ പറ്റുമോ ആ രീതിയിൽ പറ്റിയ നിയമത്തെ സ്വീകരിക്കണം. വെച്ചാൽ ഒരു നിയമം സ്വീകരിച്ചാൽ അത് ഇടയ്ക്ക് മുറിക്കാൻ പാടില്ല. അതാണ് ഇന്നലെ സൂചിപ്പിച്ചു.
കഴിയെങ്കിൽ ഒരാഴ്ച ഉപവാസത്തോടെ ആവാം, ഇല്ലെങ്കിൽ നിവേദ്യം, ഭഗവാന് നിവേദിച്ച നിവേദ്യം ഒരു നേരം കഴിച്ചിട്ടാവാം, അല്ലെങ്കിൽ വല്ല പാലും പഴങ്ങളും കഴിച്ചിട്ടാവാം. എന്തായിരുന്നാലും കഥാശ്രവണത്തിനാണ് പ്രാധാന്യം, മുഖ്യത്വം. അതിന് പറ്റുന്ന രീതിയിലുള്ള ആഹാരാദി കാര്യങ്ങളാവാം. അതാണ്. പിന്നീട് കഥാഭംഗ നിവൃത്തയെ വരണം പഞ്ചവിപ്രാണാം കർത്തവ്യം. 5 ബ്രാഹ്മണരെ വരുത്തി അവിടെ ഇരുത്തണം. എന്തിനു വേണ്ടി? ഈ കഥ മുടങ്ങാതെ നടത്താൻ, ഭഗവാന്റെ പ്രസാദം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ മന്ത്രം ജപിക്കണം. തൈഹി ഹരേഹ ജാപ്യ ദ്വാദശാക്ഷര വിദ്യ. എന്തിനാ അവരെ വിളിച്ചു വരുത്തുന്ന? 5 പേരെ എത്തിയിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷര മന്ത്രം ഈ 7 ദിവസം അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഇതിന് തടസ്സം തീരാൻ വേണ്ടിയിട്ട്, അതിൽ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് സപ്താഹം മുടങ്ങാതെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രോതാക്കൾ ബ്രാഹ്മണാൻ വൈഷ്ണവാൻ ച അന്യാൻ തഥാ കീർത്തനകാരിണ നത്വാ സമ്പൂജിതത്ത ആജ്ഞ സ്വയം ആസനമാവിശേത്. അവിടെ കൂടിയിട്ടുള്ള ഭക്തന്മാരെയും ഭഗവത് കഥ കീർത്തിക്കുന്നവരെയും വചന കീർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെയും എല്ലാവരെയും നമസ്കരിച്ചതിന് ശേഷം വേണം ശ്രോതാക്കൾ ആസനത്തിരിക്കാൻ. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തന്മാരെയും നമസ്കരിച്ച് അവരൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം കഥയ്ക്ക് ഇരിക്കാൻ ആരംഭിക്കാൻ വേണ്ടി. എങ്ങനെ വേണം കേൾക്കേണ്ടത്? ലോകവിത്ത ധനാകാര പുത്രചിന്താം വിദസ്യജ കഥാചിത്ത ശുദ്ധമതി സലഭേൽ ഫലമുത്തമം. ഇങ്ങനെ കേട്ടു വെച്ചാൽ ഉത്തമ ഫലം കിട്ടും. എങ്ങനെ കേട്ടാൽ? ഈ ശ്രവണം നടത്തുന്ന ആ സമയത്തെങ്കിലും ഭാഗവതശാസ്ത്രയ്ക്ക് എത്തിയ അവിടുന്ന് എനിക്ക് പോണവരെയെങ്കിലും എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ വ്യവഹാര കാര്യങ്ങളെയും മാറ്റിവെക്കണം. ലോകകാര്യങ്ങൾ, പണചിന്തനം, വിത്തം, ധനം, ഭാര്യ, പുത്രൻ, ഭർത്താവ്, കുട്ടികൾ, ബന്ധുമിത്രാദികൾ, അവിടെ അത് ചെയ്യണം ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള നാനാവിചാരങ്ങളോടുകൂടി നമ്മൾ കഥ കേൾക്കാൻ പോയിരുന്ന നമ്മൾ കഥ ഏകാഗ്ര മനസ്സോട് കേൾക്കലുണ്ടാവില്ല. അതിനിടയിൽ ഈ വിചാരങ്ങളൊക്കെ വരും. നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി അദൃഢം ജഹതം ജ്ഞാനം. ശ്രവണം മനസ്സ് ചഞ്ചലപ്പെടാത്ത മനസ്സോടുകൂടി ആയാലും ആ അറിവ് നമ്മളിൽ നല്ലോണം ഉറയ്ക്കാൻ പോകുന്നുള്ളൂ എന്നർത്ഥം. കേട്ടത് ഉറക്കില്ല. അതുകൊണ്ട് ഇത്തരം വിചാരങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വേണം കഥയിൽ ശ്രദ്ധിക്കേണ്ടത്. കഥയിൽ അത്ര മനസ്സിരുത്തണം എന്നർത്ഥം. അങ്ങനെ കേട്ടാലാണ് ഉത്തമ ഫലം. അത് നമുക്കറിയാം. ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് കൊണ്ട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? ഒന്നും മനസ്സിലാവില്ല. ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപ്രഹരാന്തകം വാദനീയ കഥ സമ്യക് ധീരകണ്ഠം സുധീമത. വായിക്കാനുള്ള കാലനിയമം സമയം പറയണം. ആ സൂര്യോദയം ചാലോ സൂര്യോദയം എന്നർത്ഥം. സൂര്യോദയം മുതൽ ആരംഭിച്ച്. അപ്പോൾ സൂര്യോദയം നോക്കിയിട്ട സാധാരണ നമ്മൾ 6 to 6 എന്നൊക്കെ പറയും, 6:30 to 6 ഏതാണ്ട് സൂര്യ ഉദയം കണക്കാക്കിയിട്ടാണ് പറയുന്നത്. സൂര്യോദയം ആരംഭിക്കണം. സൂര്യാസ്തമനത്തിന് മുമ്പ് നിർത്തി വയ്ക്കണം. അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചിട്ട് പിന്നെ രാത്രി 12 മണി വരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നൃത്തം. അല്ലാണോ? എല്ലാത്തിനും ഒരു ചിട്ട വേണം നൃത്തം. ചില ആചാര്യന്മാർ എങ്ങനെ സമയമൊന്നുമില്ല അവർക്ക്, ശ്രോതാക്കളുടെ സൗകര്യങ്ങളൊന്നും നോക്കലില്ല. അങ്ങനെയല്ല. അപ്പോൾ അതിലൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്രകാരം ചെയ്യണം നൃത്തം. എന്നിട്ടോ അർത്ഥത്രിപരഹാന്തം എന്ന് പറഞ്ഞാലോ 3:30 യാമം. 3:30 യാമം വായിക്കാം. 3:30 യാമം വെച്ചാൽ ഏതാണ്ട് 10.5 മണിക്കൂർ. അതിനിടയിൽ 2 മണിക്കൂർ ഉച്ചയ്ക്ക് 2 യാമം നിർത്തി വയ്ക്കണം. ഉച്ചയ്ക്ക് കഥാവിരാമ കർത്തവ്യ മധ്യാഹ്നം നല്ല സ്പഷ്ടവും സ്ഫുടവുമായിട്ടുള്ള ശബ്ദത്തോടുകൂടി വായിക്കണം നൃത്തം. സുധീമതാം. കേൾക്കുന്നവർക്കും നല്ല അർത്ഥബോധം തോന്നാൻ പാകത്തിന് സ്പഷ്ടവും സ്ഫുടവുമായിട്ട് വായിക്കുന്നവരും. ഇനി ഉച്ചയ്ക്ക് 2 മണിക്കൂർ സമയം നിർത്തി വയ്ക്കണം എന്ന് പറഞ്ഞല്ലോ. മധ്യാഹ്ന ഘടികാദ്വയം. ആ സമയത്ത് വർത്തമാനം പറയാൻ പാടില്ല, കൂട്ടം കൂടാൻ പാടില്ല. കഥാം അനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തത. അതിൻ്റെ സമയത്ത് കീർത്തനകാരികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരവിടെ നാമസങ്കീർത്തനം, ഭജനയാവാം, കീർത്തനാവാം. ചിലയിടത്തൊക്കെ ആ ഇടവേളയിൽ എന്ത് ചെയ്യണു? നാരായണീയ പാരായണം. 7 ദിവസം കൊണ്ട് ഒരു ആവർത്തി നാരായണീയം വായിച്ചു കഴിയും. അത്ര വർത്താനം പറയാനായിട്ട് അത്ര ആയില്ലോ. അല്ലെങ്കിൽ ഹരിനാമകീർത്തനം നടന്നുകൊണ്ടിരിക്കണം. ഹരികീർത്തനമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അങ്ങനെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കണം. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാര സ്വാഹ. മലമൂത്ര പീഡ ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല ഇതിരിക്കുന്ന സമയത്ത്. അതിന് പറ്റിയ രീതിയിലുള്ള ലഘു ആഹാരം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. പിന്നെ സപ്താഹവ്രതിനാം പുംസാം നിയമാൻ ശൃണു നാരദ. സപ്താഹം
വ്രതം ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ജന്മാഷ്ടമി വ്രതമൊക്കെ എടുക്കണ മാതിരി എടുക്കണം. അത് അവർ സ്വീകരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് കേൾക്കൂ. വിഷ്ണുദീക്ഷ വിഹീനാനാം നാധികാര കഥാശ്രവേ. വിഷ്ണുദീക്ഷ സ്വീകരിക്കണം. ഭഗവത് ദീക്ഷ പറഞ്ഞല്ലോ. ദീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പൂർത്തിയാകണ വരെ ഞാൻ ഇന്നൊക്കെ ചെയ്യില്ല, ഇന്ന മാതിരിയൊക്കെ ഇരിക്കും എന്നൊക്കെയുള്ള ഒരു സങ്കല്പം വയ്ക്കണതാണ്. അത് ചെയ്യണം. പിന്നെ ബ്രഹ്മചര്യം, അധസ്സുക്തി, പത്രാവല്യാഞ്ച ഭോജനം, കഥാസമാപ്ത ഭുക്തിഞ്ച കുര്യ നിത്യം കഥാവൃതി. ചെയ്യണം. നിലത്ത് കിടന്നുറങ്ങണം. നിലത്ത് വല്ല പായലൊക്കെ ആവാം. അത് സുഖസൗകര്യങ്ങളോടുകൂടി ആ 7 ദിവസം ഇരിക്കരുത്. എന്താ, ആ 7 ദിവസം ഒരു തപശ്ചര്യയോടുകൂടി കഴിയണം. ചുരുക്കം. ഇപ്പോൾ ശബരിമലയ്ക്ക് ഇപ്പോൾ ഒക്കെ ആൾക്കാർക്കൊക്കെ മാറ്റം വന്നു. കുറേ കാലം മുമ്പൊക്കെ അങ്ങനെയല്ല. പിന്നെയോ ശബരിമലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കിടക്കൊന്നും ഉപയോഗിക്കില്ല, കട്ടിലും കിടക്കൊന്നും ഉപയോഗിക്കില്ല. പായ വെച്ച് നിലത്തേ കിടക്കുള്ളൂ അല്ലേ. വെളുപ്പാങ്കാലത്ത് എണീക്കും, എന്നിട്ട് പച്ചവെള്ളത്തിൽ കുളിക്കും, എന്നിട്ട് ശരീരത്തിൽ മുഴുവൻ ഭസ്മം തേക്കും, എന്നിട്ട് ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യും. അതുമാതിരി മദ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. സ്ത്രീ സംഘം പുരുഷ സംഘം ചെയ്യില്ല വീട്ടിലും. അങ്ങനെ അതൊക്കെ ഉണ്ട്. അതത്ര ഗൗരവമുണ്ട്. അതുമാതിരി വേണം സപ്താഹത്തിനെന്നർത്ഥം. ആ സപ്താഹ സമയം അതാണ് ഈ വ്രത. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ശബരിമല ദീക്ഷ അറിയില്ലോ. ഇതുമാതിരി ഒരു ദീക്ഷ വേണം. 7 ദിവസം ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ സാത്വികമായിട്ടുള്ളതായ ആഹാരം. പിന്നെ കുറേ ആഹാര കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുറേ ശ്ലോകങ്ങൾ. ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം വെച്ചാൽ ഗുരുത്വമുള്ളത്, താമസാഹാരങ്ങൾ, മാംസ്യമായ ആഹാരങ്ങൾ, ഇതൊക്കെയാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ സാത്വികമായ ആഹാരമേ കഴിക്കാൻ പാടുള്ളൂ. എന്താ കാരണം? മറ്റുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ ഉറക്കം വരും, ചിന്തകൾ വർദ്ധിക്കും. രാജസികമായ ആഹാരങ്ങൾ കഴിച്ചാൽ ചിന്തകൾ ജാസ്തി ഉണ്ടാവും. താമസാഹാരം കഴിച്ചാൽ ഉറക്കം വരും. സാത്വിക ആഹാരം സാത്വിക കഴിച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ കഴിച്ചാൽ നമുക്കൊരു വെയിറ്റ് തോന്നില്ല, വയറിന് ഭാരം തോന്നില്ല. അതാ ഊണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പം കിടക്കണം തോന്നില്ല. പുസ്തകമൊക്കെ എടുത്ത് വായിക്കാനോ പുറപ്പെട്ട അപ്പം തീർച്ചയായിട്ടും ഉറക്കം വരും. അങ്ങനൊന്നും വരില്ല. അപ്പം സാത്വിക ആഹാരം അത് കുറച്ച് പ്രത്യേകം കഥ കേൾക്കാതിരിക്കുക ഉച്ചയ്ക്ക് സമയത്ത് ശേഷം. അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്നർത്ഥം. പലപ്പോഴും നമുക്ക് സംഭവിക്കണം എന്താ, നല്ല സദ്യയാണല്ലോ എല്ലാ സപ്താഹത്തിലും ഉച്ചയ്ക്ക് അല്ലേ. അപ്പോൾ നരസിംഹമൂർത്തിയുടെ അമ്മയാണ് എല്ലാവർക്കും ആശ്രയം. എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. എവിടെയാ ഒരു പില്ലറിലേ നോക്കിയിട്ട് അവിടെ പോയി ചാരിയിരിക്കും. എന്നിട്ട് ഇരുന്ന് സുഖമായി ഉറക്കം. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനൊക്കെ അധികം ആൾക്കാരും ഹാഫ് സ്ലീപ്പായിരിക്കും. അങ്ങനെയാണ്. നമ്മൾ ദിവസം പോയി നോക്കിക്കോളൂ. വളരെ കുറച്ച് സ്ഥലത്താണ് ആൾക്കാരിരുന്ന് ഭാഗവതമൊക്കെ നോക്കിയിരുന്ന് ശ്രദ്ധയോടുകൂടി ഉറങ്ങാണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ആഹാരം എല്ലാവരും ശ്രദ്ധിക്കണം. നടത്തിപ്പുകാർ നടത്തിയാലും ശരി, കേൾക്കണവർ വിചാരിക്കണം എനിക്ക് ഞാനൊന്നും കഴിക്കാൻ പോകണം, ഈ ഒരാഴ്ച എനിക്ക് തപസ്സാണ്, വ്രതമാണ്. അപ്പോൾ ആ നിലയിൽ കഴിച്ചാൽ നമുക്ക് ഗുണം നഷ്ടം. അപ്പോൾ ശ്രവണം വേണ്ട പോലെ പ്രയോജനമാവാൻ വേണ്ടിയിട്ട് പറയാം. പിന്നെ കാമം ക്രോധം മതം മാനം മത്സരം ലോഭമേവച ദമ്പം മോഹം തഥാ ദ്വേഷം ദൂരേച്ച കഥാവൃതി. കാമക്രോധാദി വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടപ്പുറപ്പായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മനസ്സിൽ വന്നാൽ ഉടനെ അതിനെക്കുറിച്ച് അറിഞ്ഞ ഉടനെ മനസ്സിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. വരാണ്ടൊന്നും ഒരിക്കില്ല. വേദവൈഷ്ണവ വിപ്രാണാം ഗുരു ഗോവൃതിനാം തഥാ സ്ത്രീരാജമഹതാം നിന്ദ വർജയിൽ കഥാവൃതി. ആരെയും നമ്മൾ ദ്വേഷിക്കാനും നിന്ദിക്കാനും പാടില്ല. പക്ഷേ ഈ സപ്താഹ സമയത്ത് പ്രത്യേകിച്ചും മഹാത്മാക്കളെ, സജ്ജനങ്ങളെ, ഭക്തന്മാരെ ഒന്നും നമ്മൾ നിന്ദിക്കാൻ പാടില്ല, അവമാനിക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ പ്രധാന കാര്യം. പിന്നെ അശുദ്ധമായ ഇരിക്കുന്ന ആ ആൾക്കാരുമായി ബന്ധപ്പെടാൻ പാടില്ല. സ്ത്രീ രജസ്വലായിരിക്കണം. സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ അതാർത്ഥം. ചണ്ടാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള താമസമായ എന്താ പറയുക, അശുദ്ധമായ ജീവിതം നയിക്കുന്ന അത്തരം ആ ആളുകളും സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒക്കെ നമ്മളെ മനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് അതിനൊക്കെ അകന്നിരിക്കണം. പിന്നെ സത്യം ശൗര്യം ദയാ മൗനം ആർജവം വിനയം തഥാ ഉദാരമന ആനസം തദ്വത് ഏവം കുര്യാൽ കഥാവൃതി. പിന്നെ വളർത്തേണ്ട സൽഗുണങ്ങളാണ്. ഈ ഒരാഴ്ചയെങ്കിലും സപ്താഹം കേൾക്കണ സമയത്തെങ്കിലും കളവ് പറയാതിരിക്കണം, സത്യം പറയുക. എപ്പോഴും പറ്റിയാൽ നല്ലതാണ്. ദേഹശുദ്ധി ഉണ്ടാവണം. ദുഃഖിതന്മാരോട് ദയുണ്ടാവണം. അധികം സംസാരിക്കാണ്ടിരിക്കണം. ആവശ്യത്തിന് മാത്രം സംസാരിക്കലാവുന്ന മൗനം ശീലിക്കണം. കപടം വച്ചു മനസ്സിലുണ്ടാവരുത്. വിനയം ഉണ്ടാവണം. മനസ്സിന് വിശാലത ഉണ്ടാവണം. ഇതുപോലുള്ള സൽഗുണങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഈ ഒരു സപ്താഹ സമയത്തെങ്കിലുമൊക്കെ ഉണ്ടാവണം.
എന്താ വെച്ചാൽ ഈ വക ഗുണങ്ങളോടൊക്കെ കൂടി കേൾക്കുമ്പോഴാണ് ആ ശ്രവണം ഉത്തമമാവുക. അങ്ങനെ ഉത്തമമായി കേൾക്കുമ്പോഴാണ് ഉത്തമമായ ഫലം ഉണ്ടാവുക. പിന്നെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കേൾക്കേണ്ടത്? എല്ലാ ആൾക്കാരും കേൾക്കണം. സംസാര ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണവരാണ് എല്ലാവരും. അവരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേൾക്കണം. പ്രത്യേകിച്ചും ചില ആൾക്കാർ വിശേഷിച്ച് കേൾക്കണം, അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കണം എന്നർത്ഥം. ആരൊക്കെയാണ്? അപ്പോൾ നമ്മൾ കേൾക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും കേൾക്കാൻ പോയിരുന്നില്ലേ. ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം കൂട്ടിക്കൊണ്ടുവന്ന് കേൾപ്പിച്ചാൽ നമുക്കും കൂടി ഇല്ല, അവർ കൊണ്ടുപോകണവർക്കും കൂടി പുണ്യം കിട്ടും. ആരൊക്കെയാ? ദരിദ്രശ്ച ക്ഷയീ രോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനവത്യോ മോക്ഷകാമ ശൃണുയാച്ച കഥാമിമാം. വിശേഷിച്ചും ഭാഗവത സപ്താഹം കേൾക്കേണ്ടവർ ആരൊക്കെയാ? ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കണവർ, ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആയിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു ദുഃഖത്തിന് പല കാരണമാണ്. ഒരു ദുഃഖം ദാരിദ്ര്യം കൊണ്ടായിരിക്കും. നേരത്തിന് ആഹാരമില്ല, വസ്ത്രമില്ല, ഉറങ്ങാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ. പിന്നെയോ ക്ഷയരോഗം മുതലായ രോഗങ്ങൾ ബാധിച്ച ആൾക്കാർ. പിന്നെയോ രോഗി, പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ. നിർഭാഗ്യ, എന്തൊക്കെ ചെയ്താലും അവന് ഫലം കിട്ടില്ല, അവൻ്റെ പാപശക്തി കൊണ്ട്. ഭാഗ്യഹീനന്മാർ, അങ്ങനെയുള്ള ആൾക്കാർ. പാപകർമ്മവാൻ, അറിഞ്ഞു അറിയാണ്ട് പാപങ്ങൾ ചെയ്തിട്ടുള്ളവർ. അനപത്യ, മക്കളില്ലാത്തവർ. പുത്രസുഖം അല്ലെങ്കിൽ പുത്രീ സുഖം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാത്തവർ. ക്ഷയരോഗവാൻ അനപത്യ മോക്ഷകാമ, മോക്ഷം ആഗ്രഹിക്കുന്നവർ, ഭക്തി ആഗ്രഹിക്കുന്നവർ, ജ്ഞാനം ആഗ്രഹിക്കുന്നവർ, വിവേകം ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെ ശൃണുയാച്ച കഥാമിമോ, അവരൊക്കെ ഈ കഥ കേൾക്കണം. ഇനി പ്രത്യേകിച്ചും സ്ത്രീകൾ എങ്ങനെയുള്ളവർ കേൾക്കണം? അപുഷ്പാകാകവന്ധ്യാര വന്ധ്യായാച മൃതാർഭക സർവദ്ഗർഭാജയാ നാരി തയാ ശ്രാവ്യ പ്രയത്നത. ഇങ്ങനെയുള്ള സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കേൾക്കണം എന്നാണ് പറഞ്ഞത്. പ്രയത്നം കൊണ്ടായാലും. എങ്ങനെയുള്ള സ്ത്രീകൾ? അപുഷ്പ, സമയകാല, ഒരു സ്ത്രീ അമ്മയാവാനുള്ള സമയമായി എന്ന് അറിയിക്കുന്നതാണ്. അതാണ് ഋതു ആവുക എന്ന് പറഞ്ഞാൽ. പുഷ്പിണിയാവുക എന്ന് പറയാം. ചെവി നട്ട് കഴിഞ്ഞാൽ അത് പുഷ്പിക്കണം അല്ലേ, എന്നല്ലേ കായ ഉണ്ടാവണ്ടേ. അപ്പോൾ അതുകൊണ്ട് പുഷ്പിണിയാവുക എന്നാണ് പറയുക പഴയ കാലത്ത്. പുഷ്പിണി, കായ പുത്രനായ പുത്രിയാണ്. അപ്പോൾ അതാണ്. അത് ആവാത്തവർ സമയം എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. പഴയ കാലത്ത് വെച്ചാൽ ഇത്ര പ്രായത്തിൽ ആവുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ജീവിത രീതി കൊണ്ട് വേഗത്തിലാണ്. എന്തായാലും ആ സമയമാകുമ്പോൾ ആയിട്ടില്ലാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള സമയകാലത്ത് ഋതു ആവാത്തവർ. പിന്നെ ഒരിക്കൽ പ്രസവിച്ചു പിന്നെ പ്രസവിക്കാത്ത കുട്ടികൾ, സ്ത്രീകൾ. പിന്നെ പ്രസവിക്കുകയേ ചെയ്യാത്തവർ. കുട്ടികളെ ഉണ്ടാവണില്ല, പ്രസവമേ ഇല്ല, അങ്ങനെയുള്ളവർ. പിന്നെ മൃതാർഭക, വന്ധ്യാച്ച പ്രസവിക്കാത്തവർ. കാകവന്ധ്യാച്ച ഒരിക്കൽ പ്രസവിച്ച് പിന്നെ പ്രസവിക്കാത്തവർ. മൃതാർഭക വെച്ചാലോ ചാപ്പിള്ളയെ, ഗർഭം ധരിച്ചു പക്ഷേ അകത്ത് വെച്ച് മരിച്ചു, അല്ലെങ്കിൽ ജനിച്ച ഉടനെ മരിച്ചു, അങ്ങനെയുള്ളവർ. ശ്രമഗർഭ, ഗർഭം പൂർണ്ണാവില്ല, 2-3 മാസം ആകുമ്പോഴേക്കും ശ്രമിച്ച് അലസിപ്പോകും, അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനെയുള്ളവർ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പാപത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് പറയണത്. അതുകൊണ്ട് അവരൊക്കെ പ്രയത്നിച്ചും ഭാഗവതം കേൾക്കണം. കേട്ടാലോ ഈ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി അവർക്ക് നല്ല ഉത്തമ സന്തതികളുണ്ടാവും. ഇതൊക്കെ അറിയും പതിയ ആൾക്കാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആൾക്കാർ അവിടെ ചികിത്സിക്കും ഇവിടെ ചികിത്സിക്കും ഓടണം അല്ലേ? എത്ര ആൾക്കാർ എന്തൊക്കെ ചെയ്യാൻ പോണു. എന്നാൽ ശ്രദ്ധയോടുകൂടി ഇങ്ങനെയുള്ളവർക്കൊക്കെ പാപ പരിഹാരമാണ് ശ്രീമദ് ഭാഗവത സപ്താഹം എന്ന് മനസ്സിലാക്കി സപ്താഹം വായിക്കുക, അല്ലെങ്കിൽ ഭാഗവതത്തെ ഭഗവാൻ കൃഷ്ണനായി കണ്ടുകൊണ്ട് ആശ്രയിച്ച് വീട്ടിൽ വായിക്കുക. അപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഈ ഭഗവാന്റെ കഥാശ്രവണമാണ് അതിൻ്റെ പ്രായശ്ചിത്തം, ഈ പാപത്തിനുള്ള പ്രായശ്ചിത്തം, പരിഹാരം. അത് ചെയ്യണം, കഥാശ്രവണം ചെയ്യണം. ഏതേന വിധിനാശ്രാവേ യതത് അക്ഷയതരം ഭവേത് അത്യുത്തമ കഥാദിവ്യ കോടിയജ്ഞഫലപ്രദം. അപ്പോൾ നേരത്തെ ഒരാൾ വ്രതനിഷ്ഠയോടുകൂടി ഇന്ന ഗുണങ്ങളോട് കൂടിയിട്ട് പലതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേൾക്കണം എന്ന് തോന്നുന്നു അല്ലേ? അതാണ് വിധി, സപ്താഹശ്രവണ വിധി. ഈ വിധിപ്രകാരം കേട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും അതിന് അനശ്വരമായ അക്ഷയമായ ഫലം കിട്ടും. കോടിയജ്ഞഫലപ്രദം. കോടിക്കണക്കിന് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്താലുണ്ടാകുന്ന ഫലം, അല്ലെങ്കിൽ അതിനേക്കാൾ ഫലം ഈ സപ്താഹശ്രവണം കൊണ്ടുണ്ടാവും. അതുമാത്രമല്ല, തീർത്ഥസ്നാനം, പലതരത്തിലുള്ള സാധനാനുഷ്ഠാനങ്ങൾ, പലതരത്തിലുള്ള സർക്കമ്മങ്ങൾ, ഇതിനൊക്കെ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള ആ സൽക്കർമ്മം. എല്ലാത്തിനേക്കാളും ഉത്തമമായിട്ടുള്ള
ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭി. ഓരോ അഭീഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി ഈ ഭാഗവതം കേൾക്കുന്ന ആൾക്കാർ ശരിക്കും ജന്മാഷ്ടമി വ്രതമൊക്കെ എടുക്കണമായി വ്രതനിഷ്ഠയോടുകൂടി ഈ പ്രകാരം ഈ ദീക്ഷ വരിച്ച് അവസാനം ആ ദീക്ഷ അവസാനിപ്പിക്കണം, ഉദ്യാപനം ചെയ്യണം. അത് സാധാരണ കാമ്യഭാവത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനയോടുകൂടി കേൾക്കണവർക്കാണ് ഇതിൻ്റെ വ്രതത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലൊക്കെ അതിനെ പറഞ്ഞ വിധി പ്രകാരം ചെയ്യേണ്ടത്. അല്ല, അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ ന ഉദ്യാപനാഗ്രഹ ശ്രവണേന ഏവ ഭൂതാസ്തേ നിഷ്കാമ വൈഷ്ണവായത. ഒന്നും ആഗ്രഹമില്ലാതെ കേവലം ഭഗവാനിൽ ഭക്തി ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല എന്നർത്ഥം. അങ്ങനെയല്ലല്ലോ അധികം ആൾക്കാരും പല പല ഫലങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാൾക്കാരല്ലേ. അതിനുവേണ്ടി രുക്മിണി സ്വയംവരത്തിന് പോകണം, രുക്മിണി സ്വയംവരത്തിന് പോയാൽ കല്യാണം നടക്കും. അപ്പോൾ ആഗ്രഹമുണ്ട്. ക്ഷാമോദായത്തിന് പോയാൽ ഒരു ഉണ്ണി ഉണ്ടാവും. ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണല്ലോ സന്താന ഗോപാലൻ ദിവസം പോയി പഴം വെച്ച് കഴിഞ്ഞാൽ സന്താനം ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ആ ദോഷങ്ങളൊക്കെ പോവും. അപ്പോൾ അധികം ആൾക്കാരും ലൗകിക ആഗ്രഹങ്ങളുള്ളവരാണ്. തരക്കേടൊന്നുമില്ല. അവർ ഈ വ്രതനിഷ്ഠയോടുകൂടി ചെയ്ത് കേട്ടു എന്ന് വിചാരിച്ചാൽ അവർക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും എന്നർത്ഥം. അതിനുശേഷം ഏവം നഹാകയജ്ഞേസ്മിൻ സമാപ്തേ ശ്രോതവിസ്തത പുസ്തകസ്യ വക്തുശ്ച പൂജാകാര്യാധിഭക്തിത. സപ്താഹത്തിൻ്റെ അവസാനത്തിൽ ശ്രോതാക്കൾ എന്ത് ചെയ്യണം? ഈ ഭാഗവതം ഭഗവാന്റെ മഹിമ പറഞ്ഞു തന്ന ആചാര്യനെ പൂജിക്കണം. ആചാര്യനാരാ? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. സാക്ഷാൽ ആദിനാരായണ സ്വാമിയാണ് ഭാഗവതത്തിൻ്റെ ഉപദേഷ്ടാവ്. ആ നാരായണൻ മുതലായിട്ടുള്ള എല്ലാ ദേവതകളും ആചാര്യനിൽ വസിക്കുന്നു. മാത്രമല്ല വ്യാസൻ്റെ പ്രതിനിധിയാണ്, ശുകദേവൻ്റെ പ്രത്യക്ഷ രൂപമാണെന്നർത്ഥം. അതുകൊണ്ട് അവരെ പൂജിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ കാരുണ്യ അനുഗ്രഹം, വ്യാസൻ്റെ അനുഗ്രഹം, ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാവും. അതാണ്. അതുകൊണ്ട് ആചാര്യനെ പൂജിച്ച് ചെയ്യണം. പിന്നീട് ഗ്രന്ഥത്തെ പൂജിക്കണം, ഭാഗവതത്തെ പൂജിക്കണം. പ്രസാദ തുളസീമാല ശോതിഭ്യശ്ചാദധീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം തതഃ. പിന്നെ ശ്രോതാക്കളായ ഭക്തന്മാർക്കൊക്കെ പ്രസാദം കൊടുക്കണം. മാല, പുഷ്പം, അതുമാതിരി കഴിക്കണ പ്രസാദങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുക. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് വാദ്യഘോഷങ്ങളോടുകൂടി ഹരികീർത്തനം ചെയ്യണം, നാമസങ്കീർത്തനം ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞേക്കുന്നത്. തുടക്കത്തിലും ഇടയ്ക്കും അവസാനിക്കുമ്പോഴും സപ്താഹം കഴിയുമ്പോഴും ഒക്കെ. ജയശബ്ദം, നമശബ്ദം, ശംഖശബ്ദം ചകാരയേൽ. പിന്നെയോ ഭാഗവതത്തിൻ്റെ മഹിമേ, അതുമാതിരി ഭഗവാന്റെ മഹിമേ, നാമമഹിമേ ഒക്കെ പ്രകീർത്തിക്കണം. അതൊക്കെ പാടണം. ശംഖധ്വനികൾ, അതുമാതിരി ലത്താളം, കുഞ്ചറ, അതുമാതിരി അതളം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഭഗവാന്റെ മഹിമകളും നാമത്തിൻ്റെ മഹിമയും അതുപോലെ ഭാഗവത്തിൻ്റെ മഹിമയൊക്കെ കീർത്തിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. വിഭ്രേഭ്യ യാചകേഭ്യശ്ച വിത്തം അന്നം ചതിയതാം. പിന്നെ അവിടെ വന്നിട്ടുള്ള ബ്രാഹ്മണർക്കും യാചകന്മാർക്കൊക്കെ അന്നദാനം ചെയ്യണം. അന്നദാനം എല്ലാവർക്കും ചെയ്യണം, നല്ലതാണ്. അതുപോലെ യഥാശക്തി ധനം മുതലായതൊക്കെ അവർക്ക് കൊടുക്കണം. ഇനി ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം, വിരക്തശ്ചേൽ ഭവേ ശ്രോത ഗീതാവാച്യ പരേഹനി ഗൃഹസ്ഥശ്ചേൽ തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തയേ. കേൾക്കുന്ന ആളുകൾ വിരക്തന്മാരാണെങ്കിൽ 7 ദിവസം സപ്താഹം കഴിഞ്ഞ് 8ാം ദിവസം ചെയ്യുന്ന ചടങ്ങ് ഗീത വായിക്കണം, ഭഗവത്ഗീത വായിക്കണം. അല്ല, ഗൃഹസ്ഥനാണെങ്കിൽ ഹോമം ചെയ്യണം എന്നർത്ഥം. എന്ത് ഹോമം ചെയ്യേണ്ടത്? ദശമസ്കന്ധത്തിലെ ഓരോ ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് ഹോമം ചെയ്യാം. പ്രതിശ്ലോകം ജുഹ്യാ വിധിനാ ദശമസ്യ. ദശമസ്കന്ധത്തിൽ 90 അധ്യായമുണ്ട്. ആ ഒരു അധ്യായം ശ്ലോകം ചൊല്ലിയിട്ട് ഹോമം ചെയ്യാം. അല്ലെങ്കിൽ ഗായത്രിയാസു സമാഹിത, അല്ലെങ്കിൽ ഗായത്രി ഹവനം ചെയ്താലും മതി. കാരണം ഗായത്രിയുടെ അർത്ഥം തന്നെയാണ് ഭാഗവതത്തിൻ്റെ അർത്ഥം. ഗായത്രിയും അല്ലേ സത്യം പരം ധീമഹി എന്നാണ്. ഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി എന്നല്ലേ. അപ്പോൾ ആ ഗായത്രി വേദത്തിൻ്റെ സാരമാണ്. ആ വേദത്തിൻ്റെ സാരം തന്നെയാണ് ഭാഗവതവും. അതുകൊണ്ടോ ഗായത്രിയുടെ വ്യാഖ്യാനമാണെന്നൊക്കെ ചില മഹാത്മാക്കൾ പറയും. അതുകൊണ്ട് ഗായത്രി ഹവനം ചെയ്താലും മതി, സുഗത ഹോമം ചെയ്താലും മതി. എന്തായാലും ഗൃഹസ്ഥന്മാർക്ക് ഹോമമാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഹോമാശക്ത ബുധോ ഗൗമ്യം ദദ്യാ തൽഫലസിദ്ധയേ നാനാചിത്ര നിരോധാർത്ഥം ന്യൂനത അധികതാഖ്യോ
ദോഷയോ പ്രശമാർത്ഥം ച പടേൽ നാമസഹസ്രകം തേന സ്യാത് സഫലം സർവം നാസ്തി അസ്മാദധികം യതഃ. പറയണു, നീ ഹോമം ചെയ്യാൻ കഴിയില്ലാത്ത ആളാണെങ്കിലോ ഹോമത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ ദാനം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാം. പിന്നെ ഈ സപ്താഹം നടത്തുന്ന സമയത്ത് പല തരത്തിലുള്ള വിഘ്നങ്ങളുണ്ടാവും. പലതും കുറവ് വരും, ന്യൂനത വരും, ചിലത് അധികത, അങ്ങനെയൊക്കെ വരും. അത്ര ശ്രദ്ധിച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, കൂടുതൽ കുറവുകളൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെയൊക്കെ ദോഷം ഇല്ലാണ്ടാവാൻ വേണ്ടി, ഇതിന് പൂർണ്ണ ഫലം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? വിഷ്ണു സഹസ്രനാമം ജപിക്കണം. വിഷ്ണു സഹസ്രനാമം എല്ലാത്തിനുള്ള പ്രതിവിധിയാണ്, അത് പരിഹാരമാണ്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തെ ജപിക്കണം. ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേൻ മധുപായസൈ ദദ്യാൽ സുവർണം ധേനുഞ്ച വ്രതപൂർണത്വഹേതവേ. കഴിവുള്ളവരാണെങ്കിൽ, ശക്തി സാമ്പത്തികമായ കഴിവുള്ളവരാണെങ്കിൽ ഹോമം കഴിഞ്ഞ് 12 ബ്രാഹ്മണർക്ക് മിഷ്ടാന്ന ഭോജനത്തെ കാലുവഴിച്ചൂട്ടൊക്കെ നടത്താം. എന്നിട്ട് ധനം, പശു ഇതൊക്കെ ദാനം കൊടുത്ത് അവരനുഗ്രഹം സമ്പാദിക്കാം. ഇനി കഴിവുള്ളവരാണെങ്കിലോ സ്വർണ്ണസിംഹാസനം ഉണ്ടാക്കി അതിൽ ഭാഗവതം വെച്ച് ദാനം ചെയ്യാം. ധനികന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. വടക്കേൻ്റെ ഉള്ളവർക്ക് വലിയ കോടീശ്വരന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഇതിൽ എഴുതിയ മാതിരി തന്നെ ചെയ്യും. ഭക്താക്കൾക്ക് അത് വളരെ വിശേഷപ്പെട്ടതാണ്. ചുരുക്കത്തിൽ ധർമാർത്ഥകാമ മോക്ഷാണാം സാധനം സ്യാന്ന സംശയാം. എന്താ? ധർമാർത്ഥകാമ മോക്ഷങ്ങളിൽ ഏത് വേണമോ അതെല്ലാം വേണമോ അതിനുള്ള സാധനം ഈ ശ്രീമദ് ഭാഗവതം ഒന്ന് മാത്രമാണ്. സംശയമില്ല എന്നർത്ഥം. ഏത് വേണോ ഈ ഭാഗവതത്തെ ആശ്രയിച്ചാൽ ഭാഗവതം കൊണ്ട് നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, എല്ലാം കിട്ടും. ഇങ്ങനെ സനത്കുമാരന്മാർ പറയുകയാണ്, ഇരുതേ കഥിതം സർവം കിം ഭൂയശോതുമിച്ഛസി. അലയോ നാരദ മഹർഷേ, അങ്ങ് ചോദിച്ചുല്ലോ ഈ ഭാഗവതം കേട്ടാൽ എന്തൊക്കെയാണ് ഫലം, ആരൊക്കെ കേൾക്കേണ്ടത്, എങ്ങനെയൊക്കെ നടത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങയോട് ഈ സപ്താഹയജ്ഞത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയുന്നത് മുഴുവൻ പറഞ്ഞു തന്നു. ഇനി എന്താണ് കേൾക്കേണ്ടത്? ചുരുക്കി പറയാം ഒറ്റ വാക്കിൽ. ശ്രീമദ് ഭാഗവതേനൈവ മുക്തി കരേസിതേ. ഈ ശ്രീമദ് ഭാഗവത്തെ മാത്രം നിങ്ങൾ കയ്യിലെടുത്താൽ മതി, ആശ്രയിച്ചാൽ മതി, ഇഹപര ലോകസുഖങ്ങൾ കൈവരും. ഭുക്തിയും മുക്തിയും ഭോഗവും യോഗവും കിട്ടാൻ ഈ ശ്രീമദ് ഭാഗവതത്തെ മുറുകെ പിടിച്ചാൽ മതി, ആശ്രയിച്ചാൽ മതി. ഈ ഭാഗവതം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. പിന്നെന്ത് വേണം? ഇത്യുക്ത്വാ തേ മഹാത്മാനഃ പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരീം പുണ്യാം ഭുക്തിമുക്തിപ്രദായിനീം. ഇതുവരെ ഭാഗവത മാഹാത്മ്യം പറഞ്ഞോളൂ അല്ലേ? അതിനുശേഷം തുടർച്ചയായിട്ട് 7 ദിവസം ഭാഗവതം സനകാദി മഹർഷിമാർ 4 പേരും മാറി മാറി വായിച്ച് അവർ കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ മഹാത്മാനഃ മഹാത്മാക്കളായ സനകാദി മഹർഷിമാർ ഭാഗവതീം കഥാം പ്രോജുഹു ഭാഗവത കഥയെ മുഴുവനായിട്ടും അവിടെ കൂടിയിരുന്ന ആ സദസ്സിനോട് പറഞ്ഞു കൊടുത്തു. സർവപാപഹരീം, എങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നതും പുണ്യാം പാപത്തെ നശിപ്പിക്കുന്നതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഭുക്തിമുക്തിപ്രദായിനിയും ഭുക്തിയെയും മുക്തിയെയും തന്നനുഗ്രഹിക്കുന്നതുമാണ് ഈ ഭാഗവതം. അങ്ങനെയുള്ള ഭാഗവതം അവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തഥോ ദേവം തുഷ്ടു പുരുഷോത്തമം. അതുകൊണ്ട് അവരെല്ലാവരും ഏകാഗ്ര മനസ്സോടുകൂടി, അവിടെ കൂടിയിരിക്കണമൊക്കെ മഹർഷിമാരാണ് വന്ന കടതലേ, അവരെല്ലാവരും ഏകാഗ്ര മനസ്സോടുകൂടി ഈ സപ്താഹം കേട്ടു. അതിനുശേഷം ആ ഭഗവാനെക്കുറിച്ച് സ്തുതിച്ചു. ആ ശ്രീഹരിയുടെ തിരുനാമങ്ങൾ ഉച്ചത്തിൽ എല്ലാവരും ആനന്ദത്തോടുകൂടി പാടാൻ തുടങ്ങി. തദന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പുഷ്ടതാ പരാ താരുണ്യം പരമം ജാഭൂൽ സർവഭൂതമനോഹരം. മാഹാത്മ്യം ആരംഭിച്ചപ്പോൾ തന്നെ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരോടുകൂടി അവിടെ വന്നു എന്ന് പറഞ്ഞു ആ സദസ്സിൽ. ഇപ്പം എന്തായി? ഈ സപ്താഹത്തിൻ്റെ അവസാനത്തിൽ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും അവർ 3 പേരും യുവാക്കളായി, അവർക്കൊക്കെ പുഷ്ടിയുണ്ടായി. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മനസ്സിനെയും ആനന്ദിപ്പിച്ചു. അവർക്ക് യൗവനവും പുഷ്ടിയൊക്കെ തിരിച്ചു കിട്ടി. നാരദശ്ച കൃതാർത്ഥോഭൂത് സിദ്ധേ സ്വിയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദ സംവൃത. ഭക്തിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും യൗവനവും പുഷ്ടിയും തുഷ്ടിയും ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം. ഈ സപ്താഹം കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്ന് പുഷ്ടിപ്പെടുന്നു. അതുകൊണ്ട് അല്പമായിട്ട് നമ്മുടെ ഭക്തി അതും പുഷ്ടി പ്രാപിച്ച് ആ ഭക്തന് തുഷ്ടി ഉണ്ടാകുന്നു, സംതൃപ്തി ഉണ്ടാകുന്നു, കൃതാർത്ഥത ഉണ്ടാകുന്നു. അതാണ് പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ്. അവിടെ ദേവനാതിരുത്ത് ഇറങ്ങിക്കിടന്നു എന്ന് അല്ലേ? ആക്ച്വലി നമ്മുടെ ഉള്ളിലല്ലേ ഇറങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ അനാദരവുണ്ട്.
അതൊക്കെ ഉണർന്നു. പുഷ്ടിയും തുഷ്ടിയും. പുഷ്ടി വന്നാൽ തുഷ്ടി വരുള്ളൂ. അതെല്ലാവർക്കും 3 പേർക്കുണ്ടായിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടായി. നാരദൻ്റെ ലക്ഷ്യം അതായിരുന്നല്ലോ. അതുകൊണ്ട് ഇത് കണ്ടതോടുകൂടി നാരദ കൃതാർത്ഥ അഭൂത്. സ്വീയേ മനോരഥേ സിദ്ധേ സതി. സ്വന്തം മനോരഥം, താൻ എന്തൊരു അഭിലാഷത്തോടെ, എന്തൊരു സങ്കല്പത്തോടെ, എന്തൊരു പ്രാർത്ഥനയോടെയാണോ പുറപ്പെട്ടത്, എല്ലാവരുടെ മനസ്സിലും ഗേഹേ ഗേഹേ ഗൃഹേ ഗൃഹേ, ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും ഞാൻ ഈ ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും പ്രതിഷ്ഠിക്കുന്ന പ്രതിജ്ഞ ചെയ്തിട്ടല്ലേ അന്ന് പുറപ്പെട്ടത്. അപ്പം അത് കണ്ടപ്പോൾ ആ ഭക്തി അവിടെ കൂടിയിരുന്നവരൊക്കെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങനെ പുഷ്ടിപ്പെട്ട എല്ലാവരും അത്യന്തം സന്തുഷ്ടരായി കണ്ട സമയത്ത് നാരദ മഹർഷിക്ക് തൻ്റെ മനോഭിലാഷം സാധിച്ചതുകൊണ്ടുള്ള കൃതാർത്ഥതയുണ്ടായി. പുളകീകൃത സർവാംഗ പരമാനന്ദ സംപ്രത. ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ പരിപൂർണതയിൽ എല്ലാവർക്കും പരമാനന്ദാനുഭൂതി ഉണ്ടായി. അതാണ് അവരൊക്കെ കൃതാർത്ഥന്മാരായി ഭവിച്ചു. ശരീരത്തിലൊക്കെ അതിൻ്റെ ലക്ഷണം അനന്ത കണ്ണീരും രോമാഞ്ചമൊക്കെ അവിടെ കൂടിയവർക്കൊക്കെ അനുഭവപ്പെട്ടു. ഏവം കഥാം സമാകർണ്യ നാരദോ ഭഗവൽ പ്രിയ പ്രേമഗദ്ഗതയാ വാച താനുവാച കൃതാഞ്ജലി. കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടുകൂടി നാരദ മഹർഷി അവിടുന്ന് എഴുന്നേറ്റ് ഈ ഭാഗവതത്തെ കേൾപ്പിക്കുകയും സപ്താഹം നടത്തിയും ഇവർക്കെല്ലാവർക്കും ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ പുഷ്ടിയുണ്ടാക്കിയ എല്ലാവരെയും പരമാനന്ദ അനുഭൂതിയിൽ മുഴുക്കിയ ആ ഗുരുനാഥന്മാരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചു. കൂപ്പുകൈയോടുകൂടി പ്രേമഗദ്ഗതയാവായ ഇടർന്ന കണ്ടത്തോടുകൂടി അവരോട് പറഞ്ഞു. നാരദ ഉവാച ധന്യോസ്മി അനുഗൃഹീതോസ്മി ഭവദ്ഭിഃ കരുണാവരൈഃ അദ്യമേ ഭഗവാൻ ലബ്ധഃ സർവപാപഹരോ ഹരി. അലയോ ഗുരുജനങ്ങളെ, കരുണാമൂർത്തികളായ നിങ്ങളുടെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ധന്യോസ്മി, ഞാൻ ധന്യനായി, ഞാൻ അനുഗ്രഹീതനായി. എപ്പോഴാണ് നമ്മൾ ധന്യനും അനുഗ്രഹീതനും ആവുക? എപ്പോൾ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഭവദ്ഭിഃ കരുണാപരൈഃ, എന്താ അപ്പം നിങ്ങൾ എന്നെ ഇപ്രകാരം ഭാഗവതം കേൾപ്പിക്കാൻ കാരണം എന്നാണെങ്കിലോ വേറെ ഒന്നും ആശിച്ചിട്ടല്ല, കരുണ മാത്രം. ഈ കരുണ എന്ന് പറഞ്ഞ വികാരം എന്താ? കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറൊരാളുടെ ദുഃഖം കാണുമ്പോൾ ആ ദുഃഖം നമ്മുടെ ദുഃഖം പോലെ തോന്നിയിട്ട് മനസ്സലിഞ്ഞ് അതിന് നീക്കാൻ വേണ്ടി പരിശ്രമിക്കണമ്പോഴാണ്. ഇതാണ് മഹാത്മാക്കളുടെ ലോകസേവനത്തിൻ്റെ രഹസ്യം. ആദ്യമേ ഭഗവാൻ ലബ്ധ. എന്തുകൊണ്ടാണ് ഞാൻ കൃതാർത്ഥനാവാൻ കാരണം? എനിക്കിന്ന് ഭഗവാനെ കിട്ടി. ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പ്രഹ്ലാദൻ പറയും ഭഗവാനെ കിട്ടണ്ട, കിട്ടിയ വസ്തുവാണെന്ന് പറഞ്ഞത്. കിട്ടാത്ത വസ്തുവല്ല ഭഗവാൻ, കിട്ടിയ വസ്തുവാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തടിയിൽ അഗ്നിയുണ്ട്, മരത്തിൻ്റെ ഉള്ളിൽ അഗ്നിയില്ലേ? പക്ഷേ ഈ മരത്തിൻ്റെ ഉള്ളിൽ അഗ്നിക്ക് ഈ മരത്തിനെ ദഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് കടഞ്ഞ് പുറത്താക്കിയാലോ? പുറത്തെടുത്താൽ അതിനെ ദഹിപ്പിക്കാൻ പറ്റും. ഇതുമാതിരി എല്ലാവരുടെ ഉള്ളിലുണ്ട് ഭഗവാൻ. എല്ലാവരുടെയും ആത്മാവാണ് ഭഗവാൻ, സിദ്ധവസ്തുവാണ്. പക്ഷേ അത് കഥാശ്രവണം കൊണ്ടാണ് ആ ഭക്തിഭാവം ഉണർന്ന് ആ ഉള്ളിലുള്ള ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെട്ട് ആ ആനന്ദം അനുഭവപ്പെടുക. അതാണ് ആദ്യമേ ഭഗവാൻ ലബ്ധ. ഞാൻ ധന്യനും അനുഗ്രഹീതനുമായി. എങ്ങനെ? എനിക്ക് ഭഗവാനെ കിട്ടിക്കൊണ്ട്. സർവപാപഹ ഹരഹ ഹരി, സർവപാപങ്ങളെ നശിപ്പിക്കുന്ന ഹരിയെ, ഭഗവാനെ എനിക്ക് സ്വായത്തമാക്കി തന്നില്ലേ നിങ്ങൾ? ഇതാണ് ഭാഗവതം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഗുരുനാഥന്മാരായ സനകാദികളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു നാരദൻ സ്വന്തം അനുഭവത്തിലൂടെ, ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തപോധന. തപോധനന്മാരെ, അവിടെ വന്നവരധികവും തപസ്വികളാണ്. ഭാഗവത കഥാശ്രവണം ഈ ലോകത്തിലെ എത്രയോ ധർമാനുഷ്ഠാനങ്ങളുണ്ട് അല്ലേ? പലതരം ധർമ്മങ്ങളുണ്ട്. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് അത്യന്തം ശ്രേഷ്ഠമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് കാരണം? വൈകുണ്ഠസ്ഥോ യഥ കൃഷ്ണ ശ്രവണാദസ്യ ലഭ്യതേ. കാരണം വൈകുണ്ഠത്തിലാണ് ഭഗവാൻ സാധാരണ താമസം. ഭഗവാന്റെ പെർമനൻ്റ് അഡ്രസ്സ് വൈകുണ്ഠമാണ് അല്ലേ? ആ വൈകുണ്ഠത്തിലിരിക്കണ ഭഗവാൻ ശ്രവണാദസ്യ ലഭ്യതേ, ശ്രവണം ചെയ്യുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ വരുന്നു. ആ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു, അനുഭവപ്പെടുന്നു. വൈകുണ്ഠത്തിലിരിക്കണ ഭഗവാനെ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം ഹൃദയത്തിൽ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ കഥാശ്രവണമാണ് അതിനുള്ള ഉപായം. അതുകൊണ്ട് ഈ ഭഗവത് കഥാശ്രവണം ഭഗവത് പ്രാപ്തിക്ക് ഉത്തമമായ ഉപാധിയായതുകൊണ്ട് ഈ ഭഗവത് കഥാശ്രവണമാണ്, ഭാഗവത ശ്രവണമാണ് ഏറ്റവും ഉത്തമമായ സാധനാധർമ്മം എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ
പരിഭ്രമൻ സമായാതഃ ശുഗോ യോഗേശ്വരസ്തദാ. ഇങ്ങനെ സർവധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗവത ശ്രവണമാണ്, ഭഗവത്കഥാ ശ്രവണമാണ്. അത് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ സ്വന്തം ഹൃദയത്തിൽ സാക്ഷാത്കൃതമായും അനുഭവപ്പെടും. അങ്ങനെ സംസാരമോചനം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി അവിടെ. എന്താ? ആരാണോ ഈ ഭാഗവതത്തെ ആദ്യമായി ലോകത്തിൽ പ്രകാശിപ്പിച്ചത്? അശുകാചാര്യൻ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ഭാഗവതം ചൊല്ലിക്കൊണ്ട്. പരിഭ്രമൻ സമായാതഃ, പലയിടത്തും ഇങ്ങനെ നാലുപാട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം യോഗേശ്വര, യോഗീശ്വരനായ അദ്ദേഹം ആ ഭാഗവത സപ്താഹത്തിൽ ഹരിദ്വാർ നടക്കുന്ന ആ സപ്താഹ സദസ്സിൽ വന്നങ്ങോട്ട് ഇറങ്ങി. തത്രായയോ ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദിചന്ദ്രമാ കഥാവസാനേ നിജലാഭപൂർണ പ്രേമണാ പഠൻ ഭാഗവതം ശനൈ ശനൈ. തത്ര ആയയോ, അവിടെ എഴുതി വ്യാസാത്മജ, വ്യാസപുത്രനായ ശിശുക ബ്രഹ്മർഷി ആ സദസ്സിലേക്ക് ആഗമിച്ചു, എഴുന്നള്ളി. എങ്ങനെയുള്ളതാണ് അദ്ദേഹം? ഷോഡശവാർഷിക സദാ, സദാ 16 വയസ്സ് പ്രായം. എങ്ങനെയത്? യോഗശക്തി കൊണ്ട്, യോഗമാഹാത്മ്യം കൊണ്ട് 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആകൃതിയോടുകൂടി. പിന്നെ നിജലാഭപൂർണ, നിജലാഭം ചില സ്വന്തം ആത്മാനന്ദം കൊണ്ട് തന്നെ സംതൃപ്തനായ ആൾ, കൃതാർത്ഥനായ ആൾ, ആത്മാനന്ദത്തിൽ തൃപ്തനായിട്ടുള്ള ആൾ എന്നർത്ഥം. ജ്ഞാനമഹാബ്ദിചന്ദ്രിമാ ചന്ദ്രമാ, ജ്ഞാനമാവുന്ന മഹാസമുദ്രത്തെ പൊട്ടിപ്പെടുത്തുന്ന ചന്ദ്രൻ. സമുദ്രത്തിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്, പാലാഴിന്നാണ് അല്ലേ? മാത്രമല്ല ആ ചന്ദ്രൻ ഈ സമുദ്രത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. വേലിയേറ്റം വേലിയർക്കൊക്കെ ചന്ദ്രൻ്റെ ദൂണ്ടുണ്ടാവും അല്ലേ? അതെ. അപ്പോൾ ജ്ഞാനമാകുന്ന സമുദ്രത്തിന് വേലിയേറ്റമുണ്ടാക്കുന്ന ആ ചന്ദ്രൻ ശുകാചാര്യനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം കൃതാർത്ഥനാണ്, ആത്മാനന്ദത്തിൽ പരിപൂർണനാണ്. എന്നിട്ടും പ്രേമണാ ഭാഗവതം ശനൈ ശനൈ പഠൻ, ആ ഭഗവത് പ്രേമാധിക്യ നിമിത്തം ഭാഗവതത്തെ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ എഴുന്നള്ളിയത്. അത് കണ്ടതോടുകൂടിയോ ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസ്സം സദ്യസമുദ്ധായ ദുർമഹാസനം പ്രീത്യാ സുയർഷിത്തം അപൂരേൽ സുഖം സ്ഥിതോവതൽ സംശൃണുതാമലാം അമലം ഗിരം. എല്ലാ മഹാത്മാക്കളായ ഋഷിമാരും അവിടെ, പരാശരൻ വ്യാസൻ മുതലായവരൊക്കെ വന്ന് ഇരിക്കേണ്ട അവിടെ. അവരെല്ലാവരും എഴുന്നേറ്റ് ശുകാചാര്യന് ഉത്തമമായൊരു പീഠം കൊടുത്തു. നാരദ മഹർഷി ഭക്തിയോടുകൂടി ശുകാചാര്യനെ അതിലിരുത്തിയിട്ട് പൂജ ചെയ്തു. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കെ ശിശുക ബ്രഹ്മർഷിയുടെ വക ഒരു ഉപദേശം. ശിശുക ബ്രഹ്മർഷി പറയാണ്, എന്താണ് ഈ ഭാഗവതം? നിഗമകൽപ്പതരോർകളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാഹ ഭുവി ഭാവുകാഹ. ശിശുക ബ്രഹ്മർഷി കഥാവസാനത്തിലല്ല, അവിടെ എഴുന്നള്ളി എല്ലാവരോടും കൂടി അരുളി ചെയ്താണ്, ഈ ശ്രീമദ് ഭാഗവതം രസമാണ്. ആ രസം പിബത, കുടിക്കൂ എന്നാണ്. ഭാഗവത രസം, ഭാഗവത കഥാരസം കുടിക്കൂ, വീണ്ടും വീണ്ടും വീണ്ടും. ഏത് പ്രാവശ്യം? ഏതുവരെ? എത്ര പ്രാവശ്യം? എത്ര പ്രാവശ്യം ഭാഗവതം കേൾക്കണം എന്നാണ്. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിചിത്തം സമാശ്രയ എന്നാണ് ഭാഗവതം പറഞ്ഞത്. ഒരു പ്രാവശ്യം കേട്ടില്ലേ? 2 പ്രാവശ്യം കേട്ടില്ലേ? മറ്റുള്ള പുസ്തകങ്ങളും കഥ കേൾക്കണമായില്ല. ഓരോ പ്രാവശ്യം ഹരികഥ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അത്രത്തോളം ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കും. അത്രത്തോളം അജ്ഞാനവും ദുഃഖവും നീങ്ങി ആനന്ദം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ തവണത്തെ ഹരികഥ ശ്രവണവും പറയലും, പറയണവനെയും കേൾക്കുന്നവനെയും തൽപാദ സലിലം യഥാ. കൃഷ്ണാവതാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ പരീക്ഷത്ത്, ഈ ശ്രീമദ് ഭാഗവതം എങ്ങനെയുള്ളതാണ്? ചോദിക്കുന്നവരെയും കഥ പറയുന്നവനെയും കേൾപ്പിക്കുന്നവനെയും കേൾക്കുന്നവരെയും എല്ലാവരെയും പരിശുദ്ധമാക്കുന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം എത്ര പ്രാവശ്യം പറഞ്ഞാലും അധികാവില്ല അർത്ഥം. അതുകൊണ്ട് കൊണ്ട് സദാസേവ്യ, നിരന്തരം കേൾക്കൂ. അറിയുന്നതല്ലേ കഥ, പക്ഷെ ഈ അറിയാത്ത കഥയല്ല, അറിയുന്നത് നമുക്ക് എത്ര പ്രാവശ്യം സപ്താഹം കേട്ടവരെ നമ്മളൊക്കെ. പക്ഷേ എത്ര പ്രാവശ്യം കേട്ടാലും പോരാ, ഇനിയും കേട്ടുകൊണ്ടിരിക്കൂ സദാസേവ്യ. ഏതുവരെയാണ് ഭാഗവത കഥാരസം അനുഭവിക്കേണ്ടത്? രസം ആലയം. ആലയം എന്ന് പറഞ്ഞാലോ ഗ്രന്ഥാലയം അല്ലേ? പല പല ആലയങ്ങളുണ്ട്. ഇത് രസത്തിൻ്റെ ആലയം. എവിടെയാണോ രസം അനുഭവിക്കാൻ കഴിയുന്നത്, അതെ. ആലോചിച്ച ഒരു പ്ലേസ്, ഒരു സ്ഥലം എന്നർത്ഥം.
രസമാലയം, ഈ പരമരസം. ഏതാ ഈ രസം? ആനന്ദരസം. ശാസ്ത്രങ്ങളിൽ പറഞ്ഞു രസോ വൈ സഹ എന്നാണ്. അവനാണ് രസസ്വരൂപൻ, പരമരസസ്വരൂപൻ, പരമാനന്ദ രസസ്വരൂപൻ ആണ് ഭഗവാൻ. ഭഗവാൻ ആനന്ദരസമാണ്. ആ രസം ഏതുവരെ കുടിക്കണം? ഭാഗവതം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടാൽ മതിയോ? പോരാ. ലയം എന്ന് പറഞ്ഞാൽ ലയിക്കുക വെച്ചാൽ അതിൽ മുഴുകുക, ഫെയിൻറ്റഡ് ആവുക അല്ലേ? തേൻ കുടിച്ച് അതിലിങ്ങനെ മയങ്ങി വീഴുന്നില്ല ലയിച്ച. അതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവത് കഥ കേട്ട് 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 നമ്മൾ അതിലങ്ങോട്ട് അലിഞ്ഞു പോകണം, ലയിച്ചു പോകണം. നമ്മൾ മനസ്സ്, ഞാനും എൻ്റെ മനസ്സും അതിൽ അലിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ എന്താ? ആ മനസ്സ് ലയിക്കലാണ് ജീവൻ മുക്ത അവസ്ഥ. മനസ്സിലായില്ലേ? ലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവൻ മുക്തി പര്യന്തം കേൾക്കണം. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല. ഞാനെന്ന വ്യക്തിത്വം ഭഗവാൻ അലിഞ്ഞില്ലാണ്ടാവണം വരെ. നമ്മുടെ മനസ്സ് ഭഗവാൻ ആനന്ദസ്വരൂപനാവുന്ന ഭഗവാനിൽ, ആ ആനന്ദരസത്തിൽ അലിഞ്ഞു പോകുന്നവരെ. മതിയോ? പോരാ. അവിടെ നിന്ന് ഉണർന്നു വന്നാലോ വീണ്ടും ജീവൻ മുക്താവസ്ഥയ്ക്ക് ശേഷവും ആരാ പറയണത്? ജീവൻ മുക്തനായ ശുഖബ്രഹ്മർഷി. ആരാ ഭാഗവതം പ്രേമത്തോടെ പാടിക്കൊണ്ടിറക്കണത്? ജീവൻ മുക്തിക്ക് ശേഷം ശിശുഖബ്രഹ്മർഷി. ആ ശിശുഖബ്രഹ്മർഷിയെ ഭാഗവതൻ്റെ ആചാര്യനാക്കണയിൽ പ്രത്യേക കാരണമുണ്ട്. മനസ്സിലായോ? മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് മുക്തിക്ക് വേണ്ടിയാണ്, മോക്ഷത്തിന് വേണ്ടിയാണ്. മോക്ഷം കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട അല്ലേ? പക്ഷേ മോക്ഷാനന്തരവും മോക്ഷത്തിന് ശേഷവും കേൾക്കൂ, കീർത്തിക്കൂ, അല്ലയിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കൂ ഭാഗവതം. അത് ഈ ഭാഗവതത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് വേണു പിബത ഭാഗവതം മുഹുരഹോ, പിന്നെയും പിന്നെയും പിന്നെയും. അതുകൊണ്ട് ആർക്കും നമുക്ക് തോന്നാൻ പാടില്ല എത്ര പ്രാവശ്യം ഞാൻ ഭാഗവത കഥയൊക്കെ എനിക്കറിയാം ബൈ ഹാർട്ടാ. ആരൊക്കെ അറിയാത്തത് ആർക്കും ഒന്നുമില്ല, അറിയണത് തന്നെയാണ്. പക്ഷേ വീണ്ടും 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 കേൾക്കൂ. അത് കേട്ട് നമ്മളതിലങ്ങനെ ലയിച്ചു പോട്ടെ, ജീവൻ മുക്തനാവട്ടെ, ദേഹാഭിമാനം കൊഴിഞ്ഞു പോകട്ടെ, അജ്ഞാനം ഉതിർന്നു പോകട്ടെ. ആ ജീവൻ മുക്തി കിട്ടി, ആ രസം അനുഭവിച്ചിട്ടോ പിന്നെയും അതിന് ഉണർന്നു വരുമല്ലോ, പിന്നെയും കേൾക്കൂ, പിന്നെയും കേൾക്കൂ. ആചാര്യം പറയണു രസികാഹ, ഭാഗവത രസം അനുഭവിക്കാൻ കഴിയുന്നവരെ, രസികന്മാരെ. പോരാ, ഭാവുകാഹ, ഭാഗ്യശാലികളെ. എന്താണ് ഈ ഭാഗവതം? നിഗമകൽപ്പതരോർ ഗളിതം ഫലം. നിഗമിച്ച വേദം നത്തം. വേദമാകുന്ന വേദത്തെ കൽപ്പവൃക്ഷത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൽപ്പതരു വേദം. അതിനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ നേടാനുള്ള മാർഗത്തെ ബോധിപ്പിച്ചു കൊടുക്കും. നിഗമയതി ബോധയതി ഇതി നിഗമഹ എന്നാണ്. ധർമാർത്ഥ കാമങ്ങൾ മോക്ഷങ്ങൾ നേടാനുള്ള മാർഗത്തെ ബോധിപ്പിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും വേദം. അതുകൊണ്ട് അതിന് നിഗമം എന്ന് പറയുന്നു. അപ്പോൾ കൽപ്പവൃക്ഷമാണ്, അഭിഷ്ടങ്ങളൊക്കെ സാധിപ്പിക്കുന്നതാണ്. ഭാഗവതം കൽപ്പവൃക്ഷമാണ്, ഭഗവാൻ കൽപ്പവൃക്ഷമാണ്. ഭഗവാനാണല്ലോ ഭാഗവതം. അതെ, ഭാഗവതം നമുക്ക് ധർമാർത്ഥ കാമോക്ഷങ്ങളെല്ലാം നേടിത്തരും, മുക്തി. അങ്ങനെയുള്ള ഈ കൽപ്പവൃക്ഷം, ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കണമെങ്കിൽ നല്ല പുണ്യം വേണം. അങ്ങനെയുള്ള കൽപ്പവൃക്ഷത്തിലുണ്ടായ മൂത്തുപഴുത്ത പഴമാണ് ഭാഗവതം. അതെങ്ങനെ കിട്ടി? ശുഖമുഖാത്, ശുഖത്തിൻ്റെ മുഖത്തുനിന്ന്. എന്നുവെച്ചാൽ ശിശുഖബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു. ആ പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോൾ അവിടെ സൂതം കേട്ടു. സൂതം പോയി നൈമിശാരണ്യത്തിൽ പറഞ്ഞു. അങ്ങനെ ആയിരക്കണക്കായ മഹർഷിമാരിലൂടെ ശിഷ്യപ്രശിഷ്യ പരമ്പരയാ കിട്ടിയതാണ് ഈ ഭാഗവതം. ശുഖമഹർഷിയുടെ മുഖത്തുനിന്ന് എന്ന് പറഞ്ഞാലോ, ബ്രഹ്മജ്ഞാനിയും ജീവൻ മുക്തനുമായി ആ ജന്മനാജ്ഞാനിയായ ശുഖാചാര്യൻ്റെ വാക്കത്തിലൂടെ അനുഭവസമ്പന്നമായ വാക്കുകൾ ഉതിർന്നു വന്നതാണത്. വെറും പാണ്ഡിത്യ വാക്കുകളല്ല അർത്ഥം. ദ്രവസംയുതം. ഇതിലെന്താ? ഇതിൽ രസം മാത്രമേ ഉള്ളൂ, ജ്യൂസ് മാത്രമേ ഉള്ളൂ. അതൊരു പഴരൂപത്തിലാക്കിയിരിക്കണതാണ്. സാധാരണ പഴങ്ങൾക്ക് തൊലി ഉണ്ടാവും, കുരു ഉണ്ടാവും കളയാൻ. ഇതൊന്നും കളയാനില്ല. അങ്ങനെ രസം മാത്രമായിട്ടുള്ള ആ പഴമാണത്. മാത്രമല്ല ശുഖം എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്, തത്താന്ന്. തത്ത മൂത്ത പഴയെ കൊത്തുള്ളൂ, വാടിയതൊന്നും പോയി കൊത്തില്ല. തത്ത കൊത്തിയ പഴത്തിന് സ്വാദ് കൂടുന്ന പറയാൻ. ശുഖമഹർഷി ബ്രഹ്മജ്ഞനായ ആജന്മജ്ഞാനിയായ ശുഖമഹർഷി ആസക്തിയോടെ പഠിച്ചതാണ് ഈ ഭാഗവതം. അങ്ങനെ പാടിക്കൊണ്ട് നടന്നതാണ്. അങ്ങനെയുള്ള ഈ ഭാഗവതം ശുഖമഹർഷി മുക്തനായിട്ട് പിന്നെ നിർത്തിയോ? പിന്നെ ഭാഗവതം വേണ്ടാന്ന് വെച്ചോ? ഇല്ല, പിന്നെയും പാടി നടക്കണം ഈ ഭാഗവതം. അങ്ങനെയുള്ള ആ ഭാഗവതം മുക്തി കിട്ടിയിട്ടില്ല നമുക്കൊന്നും. മുക്തി കിട്ടണവരെയും മുക്തിക്ക് ശേഷവും വീണ്ടും 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 മുഹുരഹോ, വീണ്ടും വീണ്ടും കുടിക്കൂ. ധർമ്മപ്രോചിത കൈതവോത്രപരൈ ഈശ്വര സദ്യോഹൃ അവരുദ്ധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷിഭി തൽക്ഷണാത്.
ഈ ശ്ലോകം ഇനിയും അടുത്ത അധ്യായത്തിൽ 1-ാം അധ്യായത്തിലും വരും, ഭാഗവത്തിൽ വരും. ഇത് മഹാത്മ്യത്തിലുള്ളതാണ്, അവിടെയും വരും. എന്താണ് ഈ ശ്രീമദ് ഭാഗവത്തിൻ്റെ സവിശേഷത? വേദം കാണ്ഡത്രയമാണ്. കർമ്മം, ഭക്തി, ജ്ഞാനം അല്ലെങ്കിൽ ഉപാസന, ഇങ്ങനെ ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ഇങ്ങനെ 3ആയിട്ടിരിക്കണതാണ്. തേഭ്യോ ശ്രേഷ്ഠതരാജേയം. ആ കർമ്മ, ഉപാസന, ജ്ഞാന പ്രതികമായ ആ വേദത്തിനേക്കാളും ശ്രേഷ്ഠതരമായിട്ടുള്ളതാണ്. സുഖമോക്ഷപ്രദായിനി. അതൊക്കെ പഠിച്ചിട്ട് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി മുക്തനാവണി നല്ല പാടുണ്ട്. പക്ഷേ സുഖമായിട്ട് എളുപ്പത്തിൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ഭാഗവതം. അതിനുള്ള മാർഗം പറഞ്ഞു തരും. അതുകൊണ്ട് 3 കാണ്ഡങ്ങളടങ്ങിയ ഈ വേദത്തിനേക്കാളും ശ്രേഷ്ഠയാണ് ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവത്തിൻ്റെ മഹാത്മ്യം എന്താ? ഈ ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മഹാമുനിയായ മഹാമുനി രചിച്ച ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് താപത്രയ ഉന്മൂലനം, നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കി തരും. ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം, ഇങ്ങനെയുള്ള ദുഃഖങ്ങളുണ്ട് 3 തരത്തിൽ. ഈ ദുഃഖങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കി തീർക്കുന്നതാണ്. അതുമാത്രമല്ല, സദ്യ ഹൃദി അവരുദ്ധ്യതേ. ഉടനെ തന്നെ ഹൃദയത്തിൽ ഈശ്വരൻ്റെ അനുഭൂതിയെ, ആനന്ദാനുഭൂതിയെ തന്ന് അനുഗ്രഹിക്കുകയാണ് ഭാഗവതം. കിം വാ അപരൈഹി. ഈ ഭാഗവതം കൊണ്ട് നേരിട്ട് ആ ഭഗവത് സാക്ഷാത്കാരം സാധിക്കുന്നിരിക്കെ മറ്റുള്ള ഗ്രന്ഥങ്ങളെ കൊണ്ട് പിന്നെ എന്താ പ്രയോജനം? പിന്നെന്തിനാണ് അന്യഗ്രന്ഥങ്ങളെ സ്വീകരിക്കുന്നത്? മറ്റ് പുരാണങ്ങളെ തന്നെ സ്വീകരിക്കണം അതിൻ്റെ പുറകെ പോണത്? ഭാഗവതം കേട്ടാൽ പിന്നെ വേറൊരു ഗ്രന്ഥത്തിലും താല്പര്യം തോന്നാൻ പാടില്ല. കാരണം സർവശ്രേഷ്ഠമായിട്ടുള്ളത് പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഈ ഭാഗവത്തെ മാത്രം ആശ്രയിച്ചാൽ മതി. പക്ഷെ ആർക്കത് കേൾക്കാൻ പറ്റുക? സുകൃതിഭി. അത്ര പുണ്യമുള്ളവർക്കേ ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ കേൾക്കണമെന്ന് തോന്നുള്ളൂ. അങ്ങനെ കേട്ടാലോ ശുശ്രൂഷുഭിഹി, ശ്രദ്ധയോടുകൂടി ഈ ശ്രീമദ് ഭാഗവതം കേൾക്കണം എന്ന് ആരാണോ തീരുമാനിച്ചത് അവൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ അനുഭവമായി തീരും. അതോടെയോ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് മോചനായി. ശാശ്വതമായ സുഖവും ദുഃഖനിവൃത്തിയും അവൻ അനുഭവപ്പെടും. എന്താണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചത്? വാസ്തവ വസ്തുവിനെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വാസ്തവ വസ്തുവാണ് സത്യസ്വരൂപനായ ഭഗവാൻ. ആരാണ് ഈ ശ്രീമദ് ഭാഗവതം ഇപ്രകാരം കേട്ട് അനുഭവപ്പെടുത്താൻ യോഗ്യതയുള്ളവർ? നിർമത്സരാണാം സദാം വേദ്യം. മതമത്സരങ്ങളൊക്കെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈശ്വരനെ അനുഭവപ്പെടുത്താൻ വിഷമമാണ്. മതമത്സരാദികളാവുന്ന ദോഷങ്ങളൊക്കെ മനസ്സിൽ നീങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നീക്കിയിട്ടുള്ള സജ്ജനങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് പ്രകാരം മുക്തരായിട്ട് തീരാം. ധർമ്മപ്രോചിത കൈതവ അത്ര നിരൂപിതം. ഇവിടെ നിരൂപിച്ചിരിക്കുന്നത് കൈതവമില്ലാത്ത, കാപട്യമില്ലാത്ത പരിശുദ്ധമായ പ്രേമമാകുന്ന ഭഗവത് പ്രേമമാകുന്ന ധർമ്മത്തെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വേറൊരു ഭാഷണം ഭാഗവത ധർമ്മത്തെയാണ് ഭാഗവത്തിൽ നിരൂപിച്ചിരിക്കുന്നത്. ഭാഗവത ധർമ്മത്തിൻ്റെ മർമ്മം എന്താ? എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാനാണ്. സ്വധർമ്മേണ ഹരിതോഷണം എന്നാണ്. കർമ്മം വെറുതെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അത് പ്രോചിതമല്ല, പരിശുദ്ധമല്ല. അതിൽ കാപട്യമുണ്ട്. കാമ്യമായി ചെയ്യുന്ന എല്ലാം കാപട്യമുള്ളതാണ്. ഇവിടെ ആ കൈതവം, ആ കാപട്യം, ആ ദോഷം ഇവിടെ ഇല്ല. ഇവിടുത്തെ ഭാഗവതത്തിലത്തെ പരമധർമ്മം എന്താ? ഭാഗവതം പറയണത് ഭഗവാനിൽ നിഷ്കളങ്കവും അചഞ്ചലവുമായ ഭക്തി. ഇതാണ് ഭാഗവതം ഉയർത്തിപ്പിടിക്കുന്ന പരമമായ ധർമ്മം. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ഭജിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വസ്തുവിനോടാണ് പ്രേമം, ഭഗവാനോടല്ലല്ലോ. അതാണ് കൈതവം, അർത്ഥ ദോഷം. എന്നാൽ ഭാഗവതം അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യണത്. പൊതുവെ ഭാഗവതം ഭക്തി എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഭക്തിയാണെന്ന് അധികം ആൾക്കാർക്ക് അറിയില്ല. എടുത്തു പറഞ്ഞു കൈതവമില്ലാത്ത ആ ധർമ്മത്തെ, പരമധർമ്മത്തെ, എന്താണ്? പരിശുദ്ധമായ ഭഗവത് പ്രേമം, നിഷ്കാമ ഭക്തി. ആ ഭക്തിയാണ് ഭാഗവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അർത്ഥം.
ആരാണോ ഈ ഭാഗവതം പഠിക്കുന്നത്, കേൾക്കുന്നത്, സ്മരിക്കുന്നത്, കീർത്തിക്കുന്നത്, തശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യ നരഹാന. ആരാണോ അതിനെ കേൾക്കണത്, അതിനെ പറയണത്, അതിനെ പഠിക്കണത്, അതിൻ്റെ അർത്ഥത്തെ വിചാരം ചെയ്യണത്, അവരൊക്കെ ഭക്തി ഉണ്ടായിട്ട് ഭക്തിയിലൂടെ അവർ ജ്ഞാനവൈരാഗ്യങ്ങൾ നേടി മുക്തരായിത്തീരും. മഹാമുനി കൃതേ, മഹാമുനിയാണ് ഈ ഭാഗവതം എഴുതിയത്. ആരാ മഹാമുനി? മഹാമുനി വേദവ്യാസ മഹർഷി. മഹാമുനി വേദവ്യാസ മഹർഷിക്ക് മുമ്പ് ഇത് ഉപദേശിച്ചതാരാ? സാക്ഷാൽ നാരായണ ഭഗവാൻ. ബ്രഹ്മാവിന് ഹൃദയത്തിൽ നിന്ന് ഉപദേശിച്ചതാരാ? സാക്ഷാൽ നാരായണ ഭഗവാൻ. അപ്പം ആ മുഹമുനി നാരായണ ഭഗവാനും ആവാം. അങ്ങനെ സാക്ഷാൽ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട് വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ശ്രീമദ് ഭാഗവതം ആരാണോ സുഹൃതം കൊണ്ട് കേൾക്കണം എന്ന് വിചാരിച്ച് അത് കേൾക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ അനുഭവരൂപേണ പ്രകാശിക്കുക ചെയ്യും. പിന്നെ അവർക്ക് സംസാര ദുഃഖങ്ങളില്ല. അങ്ങനെ ഭഗവാനെ, അനന്തസ്വരൂപനായ ഭഗവാനെ സ്വന്തം ആത്മസ്വരൂപേണ ഹൃദയത്തിൽ അനുഭവപ്പെടുത്തരും ശ്രീമദ് ഭാഗവതം. അതോടെ സകല ദുഃഖങ്ങളിൽ നിവൃത്തിയും ശാശ്വതമായ മുക്തിയും കൈവരും എന്നിരിക്കെ ഈ ശ്രീമദ് ഭാഗവത്ത് വിട്ട് അന്യഗ്രന്ഥങ്ങളെ എന്തിന് ആശ്രയിക്കണം? എന്തിന് അന്യഗ്രന്ഥങ്ങളുടെ പിന്നാലെ പോകണം എന്ന് ചോദിക്കാം. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമലം ജ്ഞാനം പരം ഗീയതേ എത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തശൃണ്വൻ പ്രഭടൻ വിചാരണപരഃ ഭക്തിയാ വിമുച്യന്നരഃ. പറയണു, ശ്രീമദ് ഭാഗവതം പുരാണങ്ങളുടെ വെച്ച് തിലകമാണ്. സകല പുരാണങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. വൈഷ്ണവന്മാർക്ക്, ഭക്തന്മാരുടെ മുഖ്യധനം, പരമധനമാണ് ഭാഗവതം. ഈ യസ്മിൻ, ആ ഭാഗവത്തിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കണു? പരമഹംസന്മാരായ യോഗീശ്വരന്മാർ അനുഭവരൂപേണ സാക്ഷാത്കരിച്ചിട്ടുള്ള ആ ആത്മജ്ഞാനത്തെ, ബ്രഹ്മൈക്യജ്ഞാനത്തെ പ്രതിപാദിച്ചിരിക്കണം. അത് പഠിച്ചാൽ, കേട്ടാൽ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇതൊക്കെ ആൾക്കുണ്ടാവും. ശൃണ്വൻ വിപഠൻ വിചാരണപരഃ. കേൾക്കുക, വിപഠിച്ചാലോ പഠിക്കാൻ അർത്ഥത്തോടെ പഠിക്കില്ല. ഇവിടെ ചില വിശേഷമായിട്ട് പഠിക്കുക, ആഴത്തിൽ പഠിക്കുക, വിചാരം ചെയ്യുക, മനനം ചെയ്യുക, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നു വെച്ചാലോ പിന്നെ അവർക്ക് ജനന മരണ സംസാരത്തെ അനുഭവിക്കേണ്ടി വരില്ല. സംസാരമോചനമാണ് അതിനുള്ള ഫലം. അങ്ങനെയുള്ള ഈ ഭാഗവത്തെ നിരന്തരം കേൾക്കൂ, കീർത്തിക്കൂ, സ്മരിക്കൂ, ചിന്തിക്കൂ, അതിൽ മനസ്സിരുത്തൂ. അങ്ങനെയുള്ള ആൾക്ക് മറ്റൊന്നും ആവശ്യമില്ല ഭഗവത് പ്രാപ്തിക്ക്, മുക്തിക്ക്. ഇങ്ങനെ ഇതൊക്കെ ആരാ പറയണത്? സാക്ഷാൽ ശുകമഹർഷിയോടെ ഒന്ന് പറയുകയാണ് ഭാഗവത്തിൻ്റെ മഹിമാട്ടോ. ഇതുവരെ പറഞ്ഞത് ആരാ? സനകാദികളാണ് പറഞ്ഞത്. സാക്ഷാൽ ഗുരുനാഥൻ തന്നെ വന്ന് പറയുകയാണ് ഭാഗവത്തിൻ്റെ മഹിമ. എന്നിട്ട് പറയണു ശുകാചാര്യര്, സ്വർഗേ സത്യേജ കൈലാസേ വൈകുണ്ഠേ നാസ്തി അയം രസഃ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് പുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോകാം. സ്വർഗത്തിലുള്ളവർക്ക് ഭാഗവതം കേൾക്കാൻ പറ്റില്ല. ഭാഗവത രസം ഇല്ല ഇവിടെ. ഭാഗവത രസം ഇല്ലെങ്കിൽ പിന്നെ എന്താ കിട്ടിയിട്ട് കാര്യം? സത്സംഗ രസം ഇല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. ഹരികഥയില്ലാത്ത സ്ഥലത്തിരിക്കാൻ പാടില്ല. ഭക്തന്മാരില്ലാത്ത ദേശത്ത് വസിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്വർഗത്തിലുണ്ടോ ഈ രസം? ഇല്ലില്ല. കൈലാസത്തിൽ പോലും ഇല്ല. ശിവന് വളരെ ഇഷ്ടമായിട്ടാണ് ഈ ഭാഗവതം. വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ സ്വർഗത്തിൽ പോലും ഇല്ലാത്രേ ഈ കഥാരസം. അതുകൊണ്ട് സൽഭാഗ്യാഹ, അല്ലയോ മഹാഭാഗ്യശാലികളെ, ഈ സുദുർലഭമായിട്ടുള്ളതായ ഈ രസത്തെ, ഭാഗവതാമൃതത്തെ പിബത, കുടിക്കൂ. മാ മുഞ്ചത, ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഒരവസരം, ഭാഗവതം കേൾക്കാനുള്ളൊരു അവസരം ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കൂടാന്നർത്ഥം. മാ മുഞ്ചത കർഹീത്, ഒരു കാരണവശാലും ഭാഗവത ശ്രവണത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതേ എന്ന് ശുകാചാര്യൻ. ഇങ്ങനെ ശുകമഹർഷി ഭാഗവതത്തിൻ്റെ മഹിമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു അത്ഭുതം ഉണ്ടായി. എന്താ? സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠമൂർത്തിയായ ശ്രീഹരി ഭക്തവൃന്ദത്തോടുകൂടി ആ സപ്താഹശാലയിലേക്ക് എഴുന്നള്ളി. ഏവം ബ്രുവാണേ സതിപാതരായണൗ മധ്യേ സഭായാം ഹരിരാവിരാസീത്. സാക്ഷാൽ ശ്രീഹരി വൈകുണ്ഠനാഥനായ ഭഗവാൻ അവിടെ എഴുന്നള്ളി. പ്രഹ്ലാദ ബല്യുദ്ധവ ഫൽഗുനാദിഭിഹി വൃതസുരക്ഷിത്തമപൂരേച്ഛതാൻ. കൂടെ ഭക്തന്മാരായ പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവര്, അർജുനൻ ഇവരോടുകൂടി ആ സഹസ്രയ്ക്ക് എഴുന്നള്ളി. നാരദ മഹർഷി എഴുന്നേറ്റ് സന്തോഷമായിട്ട് ഭഗവാനെയും ഭക്തന്മാരെയൊക്കെ പൂജിച്ചു. ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തഥാ ഭവോ ഭവാന്യാ കമലാസനസ്തു തത്രാഗമത് കീർത്തന ദർശനായ. ഭഗവാനെ വിധിയാമണ്ണം പൂജിച്ച് ഭക്തന്മാരെയും പൂജിച്ചിരുന്ന നാരദ മഹർഷി
അങ്ങനെ ആ പീഠത്തിൽ ഇരിക്കുന്ന ആ ഭഗവാനെ കണ്ട് എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹരികീർത്തനം ചെയ്തു, ഭഗവത് നാമസങ്കീർത്തനം ചെയ്ത് അവർ ആനന്ദ നൃത്തം ചെയ്തു. അപ്പോഴേക്കും ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൈലാസത്തുനിന്ന് പാർവതീദേവിയോടുകൂടി ഭവാന്യാ സഹിതം മഹാദേവൻ വന്നു. മഹാദേവൻ പാർവതീദേവിയോടുകൂടി വന്നു. കമലാസനത്തൻ ബ്രഹ്മലോകത്തിന് ബ്രഹ്മദേവൻ വന്നു ആ കീർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, ഭഗവാനെ കാണാനും വേണ്ടി. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഒരാനന്ദ നൃത്തവും ഹരിനാമ സങ്കീർത്തനം ഉണ്ടായി. എല്ലാ ഭാഗവും സപ്താഹത്തിൽ സംഭവിക്കുന്നതാണ്. അതാണ് പ്രതീകാത്മ. അവിടെ വന്നു വെച്ചാൽ അവിടെയല്ലേ എവിടെ ഭാഗവും നടക്കും, അവിടെയൊക്കെ ഭഗവാൻ എഴുന്നള്ളും, ഭക്തന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എല്ലാവരും ചേർന്ന് ഹരിനാമ സങ്കീർത്തനമൊക്കെ ചെയ്യും വേണം നാം. ആരൊക്കെ എന്തൊക്കെ ചെയ്തു? പ്രഹ്ലാദസ്താളധാരി, താളം പിടിക്കാൻ പ്രഹ്ലാദനാണ്. തരളഗതിതയാരോദ്ധവ കാംസ്യധാരി, ചേങ്കില കൊട്ടാൻ രഥത്തിനൊത്ത് താളം കൊട്ടാൻ ഉദ്ധവൻ. വീണാധാരി സുരർഷി, വീണാപാണിയായ നാരദ മഹർഷി ഭഗവാന്റെ തിരുനാമത്തെ പാടി. സ്വരകുശലതയാ രാഗകർത്ത അർജുനോത്, സരിക്കുമ പദ എന്നുള്ള ആരോഹണ അവരോഹണ ക്രമത്തിൽ രാഗാലാപം ചെയ്തു. ആര്? അർജുനൻ. അർജുനൻ വിചാരിക്കണ മാതിരി യുദ്ധം ചെയ്യാൻ മാത്രം കഴിയുന്ന ആളല്ല. അർജുനൻ നല്ല സംഗീതജ്ഞനും കൂടിയാ. അർജുനനാണ് സംഗീതം അതിന് രാഗം പിടിച്ചത്. ഇന്ദ്രോവാദീൻ മൃദംഗം, ദേവേന്ദ്രൻ മൃദംഗം വായിച്ചു ആ ഭജനയിൽ. ജയ ജയ സുകരാ കീർത്തനേ തേ കുമാര, സനകാദി മഹർഷിമാര് ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലി ഭഗവാന് ജയ ജയാരവങ്ങൾ വിളിച്ചു. എത്ര അഗ്രേ ഭാവഭക്താരഥ വിരചനയാ വ്യാസപുത്രോ ബഭൂവ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ വാദ്യങ്ങളെ കൊട്ടിക്കൊണ്ട് ഭക്തിയോടുകൂടി നാമസങ്കീർത്തനം ചെയ്ത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാക്ഷാൽ ശുഖബ്രഹ്മർഷി 10 നവരസം എന്നാ പറയാം, നവരസങ്ങളെയും തൻ്റെ മുഖത്തിലൂടെ പ്രകടമാക്കി. 10ാമത്തെ രസമാണ് സ്ഥായിയായ രസമാണ് ശാന്തിരസം. നാരദ മഹർഷി നനർത്തമധ്യേ ത്രികമേവ തത്ര ഭക്തിയാദികാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതത് ഈക്ഷ്യ ഹരി പ്രസന്നോ വിവരോ ബ്രവീത് തത്. ഭക്തിദേവി തൻ്റെ പുത്രന്മാരോട്, യൗവനയുക്തരായ പുത്രന്മാരോടുകൂടി അവിടെ ആനന്ദ നൃത്തം ചെയ്തു. ഈ കീർത്തനവും ഈ ഭജന കീർത്തനവും ഈ രാമസങ്കീർത്തനവും കൊണ്ട് അത്യന്തം പ്രസന്നനായ ഹരി ഭഗവാൻ ആ സദസ്സിനോട് പറഞ്ഞു. മത്തോ വരം ഭാഗവതാവൃണധ്വം പ്രീതഃ കഥാകീർത്തനദോസ്മി സാമ്പ്രതം ശ്രുത്വേരി തത്വാക്യമിതി പ്രസന്നാഃ പ്രേമാർദ്രചിത്താ ഹരിം ഊജിരേതേ. ആ ഭഗവത് കഥാശ്രവണവും ആ ഹരിനാമ സങ്കീർത്തനവും കൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ സന്തോഷിച്ചിട്ട് ഭക്തന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിൽ തരാൻ തയ്യാറാണ്, പറയൂ എന്താണ് നിങ്ങൾക്ക് വരം വേണ്ടതെന്ന്. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചത് എന്താ? ഭഗവാനെ അങ്ങ് എപ്രകാരമാണോ ഈ ഹരിതകീർത്തനത്തിലും ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സമാപനത്തിൽ ഇവിടെ എഴുന്നള്ളി ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ചത്, ഇതുമാതിരി എവിടെ ആ ഭാഗവത സപ്താഹം നടക്കുവോ അവിടെയൊക്കെ അവിടുന്ന് ഇതുമാതിരി ഭക്തന്മാരോടുകൂടി എഴുന്നള്ളി അവിടെ കൂടിയിരിക്കുന്ന ഭക്തന്മാരെയൊക്കെ അനുഗ്രഹിക്കണം. ഇതാണ് അവർ ഭഗവാനോട് വരം ചോദിച്ചതെന്നർത്ഥം. തദോനമത്തച്ചരണേഷു നാരദഃ തഥാ ശുഗാദീനപി താപസാംശ്ച അതപ്രഹൃഷ്ടാ പരിനഷ്ടമോഹ സർവേയു പീതകഥാമൃതാസ്തേ. നാരദ മഹർഷി അവിടെ വന്ന ഭക്തന്മാരുടെയും ഭഗവാന്റെയും വന്നുകൂടിയ മഹർഷിമാരുടെയൊക്കെ കാലിൽ വീണ് നമസ്കരിച്ച് അവരൊക്കെ യാത്ര അയച്ചു. ശുഖബ്രഹ്മർഷിയും താപസന്മാരും എല്ലാവരും ആ ഭഗവത് കഥാമൃതം കുടിച്ച് അജ്ഞാനം നശിച്ച് ആനന്ദമനുഭവിച്ച് കൃതകൃത്യന്മാരായി അവിടുന്ന് പോവുകയും ചെയ്തു. ഭക്തിസ്വതാഭ്യാം സഹദക്ഷിദാസാം ശാസ്ത്രേ സ്വകീയേപി തദാശുകേന അതോ ഹരിർഭാഗവതസ്യ സേവനാത് ചിത്തം സമായാതി വൈഷ്ണവാനാം. ശിശുബ്രഹ്മർഷി സ്വയം കീർത്തിച്ച് നടന്ന ഈ ശ്രീമദ് ഭാഗവത്തിൽ ജ്ഞാനവൈരാഗ്യസഹിതമായ ഭക്തിയെ ഇരുത്തി സംരക്ഷിച്ചിരിക്കുക. ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സുരക്ഷിതമാക്കി വച്ചിരിക്കുന്ന മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതെന്ന്. അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യവരില്ലേ, ആരും കേടുവരാതെ ശുഖബ്രഹ്മർഷി വച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കുക ഈ ഭാഗവതത്തെ ഇവരെ 3 പേരെയും.
അതുകൊണ്ട് ആരാണോ ഭാഗവതത്തെ നിരന്തരം കേൾക്കുന്നത്, പറയുന്നത്, അവരുടെയൊക്കെ ഹൃദയത്തിൽ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വിട്ടുപിരിയാതെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലെടുത്ത് ശ്രീഹരിയും വസിക്കും. ഭഗവാൻ അവിടുന്ന് പോകില്ല. ദാരിദ്ര്യദുഃഖജ്വരദാഹിതാനാം മായാപിശാചീ പരിമർദ്ദിതാനാം സംസാരസിന്ധൗ പരിവാദിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. നിർധനത, ദാരിദ്ര്യദുഃഖം തീരാൻ, രോഗബാധകൾ നീങ്ങാൻ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ, മഹാരോഗങ്ങൾ, ഇതുകൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് ഇന്നൊക്കെ മോചനം നേടാൻ ഈ ശ്രീമദ് ഭാഗവതം ഞാൻ മാത്രം മതി എന്ന് പ്രഖ്യാപിക്കുന്നു. ആ ഭാഗവത്തെ ആശ്രയിച്ചോളൂ. അജ്ഞാനത്തിൽ നിന്നും മായ പിശാചിയാണ്. ശരീരാഭിമാനം, വിഷയാസക്തിയൊക്കെ മായ കൊണ്ട് ആ പിശാചിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണ്ടോ? ജന്മജര മരണാദി ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്ന മോഹമുണ്ടോ? പലതരത്തിലുള്ള ക്ലേശം അനുഭവിക്കുന്ന ജീവന്മാരെ, ഈ ശ്രീമദ് ഭാഗവത്തെ ആശ്രയിച്ചോളൂ, ഞാൻ നിങ്ങളെ ഇതിനൊക്കെ രക്ഷിക്കാമെന്ന് ഗർജിക്കുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം അവിടെ സപ്താഹം അവിടെ സമാപിച്ചു. എല്ലാവരും കൃതാർത്ഥരായി. ഇത്രയും സംഗതി. അപ്പം അങ്ങനെ നാരദ മഹർഷിയുടെ ദുഃഖം കണ്ടിട്ട് സനകാദികൾ ചോദിച്ചു, എന്ത് പറ്റി നാരദരെ അങ്ങേക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സംഭവമൊക്കെ പറഞ്ഞതല്ലേ. ഭക്തിയുടെ കഷ്ടം, മക്കൾ വയസ്സായി പോയതിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞത്. അവരെ രക്ഷിക്കാൻ വേണ്ടി, ഇങ്ങനെ ഉയർത്താൻ വേണ്ടി സപ്താഹം നടത്തി. അവസാനം ഭഗവാൻ തന്നെ, ശുഖബ്രഹ്മർഷിയും ഭഗവാനും ഭക്തന്മാരോട് വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് കൃതാർത്ഥരായി എല്ലാവരും മടങ്ങിപ്പോയി എന്ന് അന്ന് നടന്ന ആ സംഭവത്തെ പറയുകയാണ് ശൗനകാദി മഹർഷിമാരുടെ മുമ്പിൽ സൂതൻ. അപ്പോൾ ചോദിച്ചു, ഹേ സൂത, എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ശീശുകൻ ഭാഗവതം ഉപദേശിച്ചത്? ഗോകർണൻ ദുന്ധുകാരിക്ക് എന്നാണ് ഉപദേശിച്ചത്? സനകാദികൾ നാരദ മഹർഷിക്ക് എന്നാണ് ഭാഗവതം ഉപദേശിച്ചത് എന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ആകൃഷ്ണ നിർഗമാൽ 30 വർഷാധികതേ കലൗ. ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ്, ശ്രീകൃഷ്ണ സുധാമന ഗമനം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് ശീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചത്. ഭഗവാൻ പോയതിന് ശേഷം ഭൂമി ഭരിച്ചത് കുറച്ച് ആൾ പാണ്ഡവന്മാർ ഭരിച്ചു. പിന്നെ അവർ സ്വർഗാരോഹണത്തിൽ പോയി. പിന്നെ പരീക്ഷത്തിൻ്റെ രാജാവാക്കിയിട്ടാണല്ലോ പോയത്. പരീക്ഷത്ത് മഹാരാജാവിന് ഉപദേശിച്ചു. അതിനുശേഷം പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ച് വീണ്ടും 200 വർഷം കഴിഞ്ഞപ്പോഴാണ് ദുന്ധുകാരിയുടെ മോചനത്തിന് വേണ്ടി ഗോകർണൻ ഭാഗവത സപ്താഹം നടത്തിയത്. പിന്നെയും ഒരു 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സനകാദി മഹർഷിമാർ നാരദൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ ഭാഗവത സപ്താഹം നടത്തിയതെന്ന് പറഞ്ഞു. ഇങ്ങനെ ചുരുക്കത്തിൽ ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ. സൂതൻ പറഞ്ഞു ശനകാദികളോട്, ശൗനകാദി മഹർഷിമാരെ, നിങ്ങൾ എന്തൊക്കെ എന്നോട് ചോദിച്ചോ അതെല്ലാം എനിക്കാവും പോലെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭാഗവത്തിൻ്റെ മഹിമയും പറഞ്ഞു. കലൗ ഭാഗവതീ വാർത്ത ഭവരോഗ വിനാശിനി. ഇതാണ് ഒറ്റ വാക്കിൽ ഭാഗവത്തിൻ്റെ മഹിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്ത്? ഈ കലികാലത്ത് ശ്രീമദ് ഭാഗവത കഥാശ്രവണം അതൊന്ന് മാത്രമാണ് സംസാര ദുഃഖത്തെ നശിപ്പിക്കാനുള്ള സിദ്ധ ഔഷധം. ഈ ഭാഗവതം മാത്രം മതി. കൃഷ്ണപ്രിയം സകലകൽമശനാശനം ച മുക്തി ഏകഹേതും ഇവ ഭക്തിവിലാസകാരി സന്തകഥാനകവിധം പിബത ആദരേണ ലോകേഹി തീർത്ഥപരിശീലനകേവയാക്കിം. ഈ ഭാഗവതത്തെ ആദരവോടുകൂടി പഠിക്കൂ, ആസ്വദിക്കൂ. ഭക്തി ഹൃദയത്തിൽ ജ്വലിക്കും. മുക്തിക്ക് മുഖ്യ കാരണമാണ് ഈ ഭാഗവതം. സകല പാപങ്ങളും ഇല്ലാണ്ടാക്കി തീർക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ പ്രേമമുണ്ടാക്കി തീർക്കും. ലോകത്തിലുള്ള സകല ദുഃഖങ്ങൾക്കും കാരണം അജ്ഞാനവും അഹങ്കാരവുമാണ്. ഇതൊക്കെ നീക്കി നമ്മെ ആ ഭഗവത് അനുഭൂതിയിലേക്ക് നയിക്കും ഈ ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവത്തെ സർവാത്മനാ സമാശ്രയിക്കൂ. ഈ ഭാഗവത്തെ വിട്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതവും സമയവും വ്യർത്ഥമാക്കാതിരിക്കൂ. മാത്രമല്ല യമധർമ്മദേവൻ പോലും ഈ ഭാഗവതം കേൾക്കുന്ന ഭക്തന്മാരുടെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറയത്രേ. സ്വപുരുഷം അഭിവീക്ഷ പാശസത്തം വദതി യമക്കിരസ്യ കർണമൂലേ. കയ്യും വടിയും കയറൊക്കെ ആയിട്ട് യമദൂതന്മാർ ജീവന്മാരെ കൊണ്ടുവരാൻ പോകുമ്പോൾ അവരെ നോക്കിയിട്ട് അവരുടെ കർണമൂലെ പറയത്രേ യമധർമ്മൻ, പരിഹര ഭഗവത്ഭദാസു മക്താൻ പ്രഭുരഹം അന്യനൃണം എന്ന വൈഷ്ണവാനാം. ഒരിക്കലും വൈഷ്ണവന്മാരുടെ സന്നിധിയിൽ, ഭക്തന്മാരുടെ സന്നിധിയിൽ നീ പ്രവേശിക്കരുത്. അവരെ ശിക്ഷിക്കാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവത് കഥകൾ കേൾക്കുന്ന ഭക്തന്മാരെ ഒരിക്കലും യമധർമ്മൻ്റെ ദൂതന്മാർ സമീപിക്കില്ല. ക്രിയതേ തസ്യ യമേന ന ചർച്ച എന്നാണ്. അവരുടെ കാര്യം യമൻ ചർച്ച ചെയ്യില്ല എന്നാണ് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയാം. അതുകൊണ്ട് ചുരുക്കത്തിൽ അസാരേ സംസാരേ വിഷസംഗ ആകുലധിയ
ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗാഥ അതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപതേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷിയൽ ശ്രവണഗത മുക്തിയുക്തി കഥനേ. ഈ സംസാരത്തിൽ എന്താ സാരമായിട്ടുള്ളതെന്ന് ചോദിക്കാം സൂതൻ. സംസാരത്തിൽ ഒന്നുമില്ല സാരമായിട്ട്. ഭഗവാനും ഭഗവത് കഥയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സംസാരത്തിൽ സാരമായിട്ടുള്ളത് ഈ ഭഗവത് കഥ മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിവേകികളായ ആളുകളെ ഈ സാരവത്തായ ഭഗവത് കഥ നിരന്തരം കേൾക്കൂ, ആശ്രയിക്കൂ. ശുശുഖബ്രഹ്മർഷി പാടി ഭാഗവതം നിരന്തരം പഠിക്കൂ, കേൾക്കൂ. എന്തിനായിട്ടാണ് വിഷസമാനമായ വിഷയങ്ങളുടെ പുറകെ നിങ്ങൾ ഓടി നടക്കുന്നത്? അതിന് സമ്പാദിക്കാൻ വേണ്ടിയിട്ടും പല കഥകൾ പറഞ്ഞും കേട്ടും നിങ്ങളുടെ ജീവിതത്തെ വ്യർത്ഥമാക്കാതെ ഭാഗവത ശ്രവണത്തിന് ശ്രദ്ധ വയ്ക്കൂ. ആ ഭാഗവത ശ്രവണം ഒന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർവാഭീഷ്ടങ്ങൾ സാധിക്കും, മുക്തിയും കരഗതമാകും എന്നതിന് എന്താ തെളിവ് എന്നാണെങ്കിലോ പരീക്ഷയിൽ സാക്ഷി. 7 ദിവസം വിധിപ്രകാരം ഭാഗവത ശ്രവണം ചെയ്ത ശ്രീപരീക്ഷത്ത് ജീവൻ മുക്തനായി. ആരുടെ കണ്ടത്തിലാണോ നിരന്തരം ഈ ഭാഗവതം ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവന് പിന്നെ ഒരിക്കലും ജനമരണങ്ങളില്ല. അവൻ വൈകുണ്ഠത്തിലെത്തും, വൈകുണ്ഠത്തിലെ പ്രഭുവായി മാറും. ഇങ്ങനെ ഇരിജ പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുഖകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ പിപ പരസുഖഹേതോ ദ്വാദശസ്കന്ധസാരം. ഇങ്ങനെ പരമരഹസ്യവും സർവശാസ്ത്രസാരവും ഞാൻ അങ്ങേ കേൾപ്പിച്ചു. അതാണ് ഭാഗവതം. സകല ശാസ്ത്രവും പരീക്ഷിച്ചു നോക്കി ബ്രഹ്മാവ്. തിരുവന്യൂക്ഷ മനീഷയാണ്. വേദശാസ്ത്രങ്ങളൊക്കെ 3 പ്രാവശ്യം ബ്രഹ്മാവ് വീണ്ടും 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 എടുത്ത് പരീക്ഷിച്ചു നോക്കിയത്രേ. അതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും അദ്ദേഹത്തിന് സുഖകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിത്. ഈ ശുശുഖബ്രഹ്മർഷി പാടിയ ശ്രീമദ് ഭാഗവതത്തിനേക്കാൾ മേലെ ശ്രേഷ്ഠമായൊരു ഗ്രന്ഥം മറ്റൊന്നില്ല എന്ന് ബോധ്യപ്പെട്ടു ബ്രഹ്മാവിന്. അങ്ങനെയുള്ള ഈ 12 സ്കന്ധങ്ങളിൽ അടങ്ങിയ ഭാഗവതാമൃതം പരസുഖഹേതോഹോ പരമാത്മാവിനെ ലഭിക്കാൻ ആ പരമാനന്ദ ലാഭത്തിനായിക്കൊണ്ട് നിങ്ങളെല്ലാവരും ആസ്വദിക്കൂ. ആരാണോ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ഭക്തിയോടെ ശ്രദ്ധയോട് കേൾക്കുന്നത്, ആരാണോ ഭക്തന്മാർക്കത് പറഞ്ഞു കൊടുക്കുന്നത്, 2 പേരും അവരുടെ കർത്തവ്യം വേണ്ട പോലെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടാവും. അവർക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഈ ഭാഗവത സപ്താഹം കൊണ്ടും അല്ല ഭാഗവത ശ്രവണം കൊണ്ട് കിട്ടാത്ത ഒന്നുമില്ല. തത്വജ്ഞാനമാണോ മുക്തിയാണോ അല്ല ഭുക്തിയാണോ എല്ലാവരും കൈവരും. ആ ഭഗവാന്റെ ആ പ്രാപ്തിയും സാധിക്കും എന്ന് പറഞ്ഞ് കിമപ്യസാധ്യം, ഭുവനത്തിൽ ഈ ഭാഗവതം കൊണ്ട് എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്, എല്ലാം സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് ശുശുഖ ബ്രഹ്മർഷി ശൗനകാദി മഹർഷിമാരുടെ ആ സദസ്സിൽ സൂതൻ കഥ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിച്ചു. നാളെ നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ മാഹാത്മ്യമാണ് നമ്മളിതുവരെ കേട്ടത്. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.